കർമ്മങ്ങളിൽ നിന്ന് അമലുകളിൽ നിന്ന് പരലോകത്താദ്യം അള്ളാഹു വിചാരണ ചെയ്യുക നിസ്കാരമായിരിക്കും. യഥാർത്ഥത്തിൽ ഓരോ വിഷയത്തിലും പ്രത്യേകം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ആ വിഷയത്തിൽ ആദ്യം ചോദ്യം ചെയ്യുക അലം നുസിഹ ജിസ്മക വനുർവിയ മിനൽ മാ ഇൽ ബാരിദി, തണുത്ത വെള്ളം കുടിക്കാൻ നൽകിയതും ശരീരം നന്നാക്കി തന്നതിനെ കുറിച്ചാണ്. അതുപോലെ ജനങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ, ആ വിഷയത്തിൽ ആദ്യം ചോദ്യം ചെയ്യുക രക്തം ചിന്തിയ വിഷയമായിരിക്കും. ഇപ്പം ഇങ്ങനെയൊക്കെ ഹദീസുകൾ കാണാം. അക്കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞു അമലുകളുടെ വിഷയത്തിൽ ആദ്യം ചോദ്യം ചെയ്യുക നിസ്കാരമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൻ്റെ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, 5 കാര്യങ്ങളിലായിക്കൊണ്ടാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമിൻ്റെ നിർമ്മാണം, ഇസ്ലാം പടുത്തുയർത്തിയത് 5 വിഷയത്തിലാണ് എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളാണ്. നമ്മൾ അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ റുക്കിനുകൾ, തൂണുകൾ എന്നൊക്കെ പറയുന്ന ഇസ്ലാം കാര്യങ്ങളാണ്. അപ്പോൾ ഈ ടേബിളിന് 4 കാലുകളാണ്. അപ്പോൾ ഇതിലൊരു കാല് ആണ് പൊളിഞ്ഞു പോയാൽ പിന്നെ ഈ ടേബിളിന് നിലനിൽപ്പുണ്ടോ? ഇല്ല. ഇതുപോലെ ഇസ്ലാമിന് 5 തൂണുകളാണെന്ന് പറഞ്ഞാൽ അതിലൊരു തൂണ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇസ്ലാമിനെ അത് ബാധിക്കും. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വ ഇഖാമിസ്സലാഹ്, നിസ്കാരം മുറ പോലെ നിർവഹിക്കലാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ വിഷയം വളരെ ഗൗരവത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇന്നൽ അഹ്ദല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാത്ത്, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അവർക്കിടയിലുള്ള കരാർ, അതിൽ അവർക്കിടയിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അസ്സലാത്ത്, അത് നിസ്കാരമാകുന്നു. അതുകൊണ്ട് ഫമൻ തറക്കഹ ഫഖദ് കഫറ, ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വിഷയമാണ് ഒരാൾ 5 നേര നിസ്കാരവും സ്ഥിരമായി ഉപേക്ഷിക്കുന്നു, നിസ്കരിക്കുകയല്ല, അവൻ 5 വക്ത് നിസ്കാരവും സ്ഥിരമായി ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ കാഫിറാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമല്ല. ചില ആളുകൾ അവർ നിസ്കരിക്കും, എന്നാൽ നിസ്കാരത്തിൻ്റെ വുജൂബിയത്തിന് അഥവാ നിസ്കാരം നിർബന്ധമാണെന്ന് അംഗീകരിക്കില്ല, അത് നിഷേധിക്കും, അവരും കാഫിര്യങ്ങളാണ്. ഇനി ചില ആളുകൾ അവർ നിസ്കരിക്കും, പക്ഷേ നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തോന്നുമ്പോൾ ചൊല്ലിയാണ്. മഗ്രിബ് നിസ്കരിക്കും, ഇശാ നിസ്കരിക്കില്ല, സുബൈന് കടന്നുറങ്ങും, ലോറിന് കടയിൽ കച്ചവടമാണ്, അപ്പോൾ നിസ്കരിക്കാൻ സമയമില്ല, ജുമക്ക് വരും, പെരുന്നാൾ നിസ്കരിക്കും, റമളാനിൽ നിസ്കരിക്കും, അല്ലെങ്കിൽ നിസ്കാരമില്ല, ഇങ്ങനെയൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു വക്കത്ത് നിസ്കാരം ഉപേക്ഷിച്ചാൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നമ്മൾ നാട്ടിലൊരാൾ നിസ്കരിക്കാത്ത കാണുമ്പോൾ ഓൻ കാഫിറാണെങ്കിൽ അവനെ കാഫിറായി കാണുന്നതിൽ അർത്ഥത്തിലല്ല, അത് നമുക്ക് ഒരിക്കലും പാടില്ല. ഇസ്ലാമിക രാജ്യത്തെ ഒരു ഖാളിയാണ് ഇന്നയാൾ കാഫിറാണ് ഇന്നയാൾ മുസ്ലിമാണെന്ന് വിധിക്കേണ്ടത്. പക്ഷേ ഹദീസുകളുടെ വെളിച്ചത്തിൽ മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ അനുമാനിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് പറഞ്ഞത് പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിലാണ് ഇതുകൊണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ വിഷയം ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, പിന്നെ 4-ാമത്തെ വയസ്സ് മുതൽ 5-ാമത്തെ വയസ്സ് മുതൽ ഉപ്പാൻ്റെ കൈ പിടിച്ച് പള്ളിയിലേക്ക് വന്ന് നിസ്കാരം ആരംഭിച്ചതാണ് ഞങ്ങളൊക്കെ, പിന്നെ ഇപ്പം 50 വയസ്സായി 60 വയസ്സായി ഇതുവരെ നിസ്കാരം അൽഹംദുലില്ലാഹ് മുടക്കിയിട്ടില്ല, ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ വിഷയമൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ 4-ാമത്തെ വയസ്സ് മുതൽ ഉമ്മാൻ്റെ കൂടെ ഒരു ചെറിയ മുസല്ലക്ക് വിരിച്ച് തലകുത്തി മറിഞ്ഞും അങ്ങനെ നിസ്കാരം ആരംഭിച്ചും ഇതുവരെ നിസ്കാരം എന്തൊക്കെ മുടക്കിയാലും പ്രശ്നമില്ല, നിസ്കാരം ഞാൻ മുടക്കലില്ല അല്ലേ, അങ്ങനെ നിർവഹിക്കുന്നവരാകും നമ്മിൽ ഭൂരിപക്ഷം ആളുകളും. അപ്പോൾ അവിടെയാണ് ഒരു ഹദീസ് പ്രസക്തമാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ ഒരു സ്വഹാബി വന്നു, അദ്ദേഹം നിസ്കരിച്ചു പ്രവാചകനോട് സലാം പറഞ്ഞു. റസൂലുള്ളാഹി സലാം മടക്കിയിട്ട് പറഞ്ഞു, ഇർജ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, മടങ്ങിപ്പോ, നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ വീണ്ടും ചെല്ലുന്നു, നിസ്കരിക്കുന്നു. അപ്പോൾ അതിൽ ഫാത്തിഹ ഓതുന്നുണ്ട്, റുക്കൂ ചെയ്യുന്നുണ്ട്, സുജൂദുണ്ട്, അദ്കാറുകൾ ചെല്ലുന്നുണ്ട്, സലാം വീട്ടുന്നുണ്ട്, ഖിയാമുണ്ട്, ഒക്കെ ഉണ്ട്. റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നു, സലാം പറയുന്നു. റസൂൽ സലാം മടക്കിയിട്ട് അതേപോലെ ഇർജ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, പോയി നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. ഇത് 3 തവണ ആവർത്തിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതിലും നന്നായി നിസ്കരിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് പഠിപ്പിച്ചു തരൂ. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തിൽ വന്ന പിഴവ്? 14 റുക്കിനുകളിൽപ്പെട്ട ഒരു റുക്കിന് അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നിസ്കാരത്തിന് 9 ഷർത്തുകളും 14 റുക്കിനുകളും 8 വാജിബാത്തുകളുണ്ട്. 14, 9, 23, 8, 31. ഈ 31 ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ
അത് നിസ്കാരത്തിൻ്റെ സ്വഹത്തിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് മനസ്സിലാക്കണം. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനെ കണ്ടു, അയാൾ നിസ്കരിക്കുകയാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എത്ര കൊല്ലമായി ഇങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്? മുന്തു 40 സന, 40 വർഷമായിട്ട് ഞാൻ ഇങ്ങനെയാണ് നിസ്കരിക്കണത്. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, നീ ഇങ്ങനെ മരണപ്പെട്ടു പോയാൽ മുത്ത അലാ ഗൈരി ഫിത്രത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലല്ല നീ മരണപ്പെട്ടു പോയത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ 40-50 വർഷമൊക്കെ നിസ്കരിച്ച് പരലോകത്തെത്തി അതിൻ്റെ പ്രതിഫലമൊക്കെ ആഗ്രഹിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് അള്ളാഹ് പറയാണ്, പ്രവാചകന് പഠിപ്പിച്ചതുപോലെ എല്ലാം നിസ്കരിച്ചെങ്കിൽ അതുകൊണ്ട് അതിനൊന്നും പ്രതിഫലമില്ല എന്ന് പറയുന്നൊരവസ്ഥ അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിസ്കാരം പഠിക്കലും അത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ മരണപ്പെടുന്നൊരു സ്വഹാബിയാണ്. അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ദിമഷ്കിലാണ്, ഡമസ്കസിൽ. അപ്പോൾ ഒരു താബി പണ്ഡിതൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, മാ യുബ്കീക്, എന്താ നിങ്ങളെ കരയിച്ചത്? അപ്പോൾ അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒന്നും ഇന്ന് സമൂഹത്തിലില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 100 വർഷങ്ങൾ കഴിഞ്ഞോടുകൂടി മുഴുവൻ സ്വഹാബാക്കളും മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി വഫാത്തായിട്ട് 100 വർഷം ആവുന്നതിൻ്റെ മുമ്പേ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി പഠിപ്പിച്ച പോലെ ഒന്നും ഇന്ന് ആളുകൾ സമൂഹത്തിൽ ചെയ്യുന്നില്ലല്ലോ. ഇല്ലാ ഹാദിഹി സ്വലാത്ത്, ആകുള്ളത് ഈ നിസ്കാരം മാത്രമാണ്. വഹാദിഹി സ്വലാത്തു ഖദ് ദുയ്യഅത്, ഈ നിസ്കാരം തന്നെ ആളുകൾ അതിൻ്റെ രൂപത്തിൽ നിന്നും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് മിമ്പറിൽ കയറിയാണ് നിസ്കാരം കാണിച്ചു കൊടുത്തത്. സുജൂദിൻ്റെ സമയത്ത് മെഹ്റാബിലേക്ക് ഇറങ്ങും, പിന്നെ മിമ്പറിൽ കയറും, നിസ്കാരം കാണിച്ചു കൊടുക്കും. അങ്ങനെ റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തിട്ട് എന്താ പറഞ്ഞ്, നിങ്ങൾ തോന്നിയ പോലെ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞോ? ഇല്ല. സൊല്ലു കമാ റഅയ്തുമൂനി ഉസ്വല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കണേ കണ്ടോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കുവീൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിസ്കാരം പഠിപ്പിച്ചിട്ട് 1400 വർഷങ്ങൾ കഴിഞ്ഞു. നമ്മൾ ആ റസൂലിൻ്റെ നിസ്കാരം ആയിരക്കണക്കിന് ഹദീസുകളാൽ റസൂലിൻ്റെ നിസ്കാരം ഹദീസ് ഗ്രന്ഥങ്ങളിലും കിതാബുകളിലും ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും അത് പൂർണ്ണമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതറിയുന്ന ഒരാളത്ത് ചെന്ന് നിസ്കാരം പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ബുദ്ധിക്ക് തോന്നുന്ന രൂപത്തിൽ ചെയ്യുന്നതല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മാ ഖാലല്ലാഹ് വമാ ഖാല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഏതൊരു ആരാധനയും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ 2 നിബന്ധനകൾ ഷർത്താണ്, നിർബന്ധമാണ്. ഒന്ന് ഇഖ്ലാസാണ്, 2 ഇത്തിബാ ആണ്. ഇത്തിബാ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിയെ പിൻപറ്റിക്കൊണ്ടുള്ള നിസ്കാരം. അപ്പോൾ റസൂൽ പറയില്ല നിസ്കരിച്ച എല്ലാവർക്കും ഒരേ കൂലം. ഇപ്പോൾ നമ്മൾ ളുഹ്ർ നിസ്കരിച്ചു, എല്ലാവരും ഒരേ ഇമാമിൻ്റെ പിന്നിൽ നിസ്കരിച്ചത്, എല്ലാവരും ഒരുമിച്ച് നിസ്കരിച്ചു, പക്ഷേ എല്ലാവർക്കും കിട്ടിയ പ്രതിഫലം ഒന്നല്ല. ചിലർക്ക് 10-1, ചിലർക്ക് 9-1, ചിലർക്ക് 8-1. കാരണം എന്താണ്? ഓരോരുത്തരുടെയും ഇഖ്ലാസിനും ഇത്തിബാനും അനുസരിച്ച് പ്രതിഫലത്തിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഉദാഹരണം പറയും. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു സുന്ദരമായ ഉദാഹരണമുണ്ട്. അഥവാ ഒരാൾ ഇപ്പോൾ എന്ത് ചെയ്തു, സുബ്ഹി നിസ്കരിക്കാൻ വന്നു. അപ്പോൾ 5:23:48 വരുമ്പോൾ 25 മിനിറ്റ്, സുബ്ഹിന് ബാങ്ക് കൊടുത്ത് ഇഖാമത്തിന് 25 മിനിറ്റ്. അപ്പോൾ 2 ആൾക്കാർ എന്ത് ചെയ്തു, ബാങ്ക് കൊടുത്ത ഉടനെ പള്ളിയിലേക്ക് കയറി വന്ന് ഒരാൾ എന്ത് ചെയ്തു, 25 മിനിറ്റ് ബാക്കിയുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഓൻ കുറച്ച് ഒരു സൂറത്ത് യാസീൻ്റെ 2 പേജും അതേപോലെ പിന്നെ ഒരു സൂറത്ത് സജർ ഒരു 1/2 പേജൊക്കെ ഓതി കുറച്ച് ദീർഘമായിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് നിന്ന് നിസ്കരിച്ച് ബാക്കിയുള്ള സമയം ദുആയിൽ കഴിച്ചു കൂട്ടി. എന്നാൽ രണ്ടാമത്തോൻ എന്ത് ചെയ്തു, ഓൻ വന്ന് വേഗം പിന്നെ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ കാഫിറൂനും ഓതി ഒരു 5 മിനിറ്റ്, ഒരു തട്ടിപ്പ് നിസ്കാരം എന്ന് പറയുന്ന ഒരു 5 മിനിറ്റ് മോൻ എന്ത് ചെയ്തു, നിസ്കാരം അവസാനിപ്പിച്ചിട്ട് ഓൻ ദുആയിൽ കഴിച്ചു കൂട്ടി. ഇപ്പോൾ ഞങ്ങളോട് ചോദിക്കുകയാണ്, ഇതിലാരാണ് ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്തത്? നിങ്ങൾ പറയും. രണ്ടാമത്തവൻ. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിന് മുമ്പും മഗ്രിബിന് ശേഷം റവാത്തിബുകളിൽ നബി ഇഖ്ലാസും കാഫിറൂനും ഓതാൻ പഠിപ്പിച്ചു. അപ്പോൾ ഇത് പുറത്തുനിന്ന് ഒരാൾക്ക് കാണുമ്പോൾ ഓനും തട്ടിപ്പ് നിസ്കാരം മറ്റോ കണ്ടില്ല 15 മിനിറ്റോ ഭയങ്കര ഖുശുവോടെ ഇഖ്ലാസോടെ നിസ്കരിച്ചു, ഓൻ്റെ നിസ്കാരം അടിപൊളി തോന്നും. പക്ഷേ അല്ല, ഏറ്റവും നല്ലത് ആ നിസ്കാരമാണ് ഒന്നാമത്തവൻ. അപ്പോൾ എപ്പോഴും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഇബാദത്തുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിസ്കാരം ഇത്രയും ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് നമ്മൾ ഇന്നത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഇൻഷാ അല്ലാഹ് പ്രവാചകൻ്റെ നിസ്കാരം തക്ബീർ മുതൽ തസ്ലീം വരെ ഒരു ഹുലാസ, ഒരു രത്നച്ചുരുക്കം, വിശാലമായ ഒരു മേഖലയാണ്. നമ്മളത് 1 മണിക്കൂർ സമയം നമുക്ക് അത് പരിമിതമാണ്. അതുകൊണ്ട് നമ്മളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവസാനം നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം തരാം. അറിയുന്നതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, മിഫ്താഹു സ്വലാത്തി അത്തുഹൂർ വത്തഹ്രീമുഹ അത്തക്ബീറു വത്തഹ്ലീലുഹ അത്തസ്ലീം. നിസ്കാരത്തിൻ്റെ താക്കോൽ ശുദ്ധീകരണമാണ്. ശുദ്ധിയില്ലാതെ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. അതിനെ ഹറാമാക്കുന്നത് തക്ബീറാണ്, അതിനെ ഹലാലാക്കുന്നത് തസ്ലീമാണ്. ഹറാമാക്കുന്ന തക്ബീറാണ് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം, നിസ്കാരം ആരംഭിക്കുമ്പോൾ തക്ബീർ. അത് നിസ്കാരത്തിനെ ഹറാമാക്കുന്നു പറഞ്ഞാൽ എന്താ ഉദ്ദേശം? അഥവാ നിസ്കാരത്തിന് പുറത്തുള്ള പല കാര്യങ്ങളും നമുക്ക് നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഹറാമാണ്. നിസ്കാരം തുടങ്ങിയാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? വെള്ളം കുടിക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അപ്പോൾ നിസ്കാരം ആരംഭിക്കുന്നത് തക്ബീറത്തുൽ ഇഹ്റാമിലൂടെയാണ് എന്നാണ് ഈ ഹദീസിൻ്റെ ഉദ്ദേശം. എന്താണ് തക്ബീറത്തുൽ ഇഹ്റാം? ചില ആളുകൾ മനസ്സിലാക്കിയ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ കൈകൾ ഉയർത്തിക്കെട്ടലാണ്. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന ഖൗലാണ്, അല്ലാഹു അക്ബർ എന്ന പറയലാണ് തക്ബീറത്തുൽ ഇഹ്റാം. അപ്പോൾ ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറയാതെ കൈകൾ ഉയർത്തിക്കെട്ടിയാലോ? നിസ്കാരം ബാത്തിലാണ്. കാരണം തക്ബീറത്തുൽ ഇഹ്റാം റുക്കിനാണ്. റുക്കിനെ ബാത്തിലാക്കാൻ പാടുള്ളതല്ല. തക്ബീറത്തുൽ ഇഹ്റാം ഒരാൾ മനസ്സിൽ പറഞ്ഞാലോ? അതും പറ്റില്ല. നിസ്കാരത്തിലെ ദിക്റുകളും ദുആകളും ചുണ്ടനക്കി തന്നെ പറയണം. അഥവാ മഖ്റജിൽ നിന്ന് പുറത്തേക്ക്. ചില ആൾക്കാർ പറയും നമ്മൾ പറഞ്ഞ് ഞമ്മക്ക് തന്നെ കേൾക്കണം. അങ്ങനെയൊക്കെ ചില കിതാബുകളിലുണ്ട്. പക്ഷെ അതെന്തല്ല, അത് ശരിയല്ല. മഖ്റജിൽ നിന്ന് പുറപ്പെടണം. ചുണ്ടുകൾ അനക്കിയിട്ട് നമ്മൾ ഉച്ചരിക്കണം. മനസ്സിൽ പറഞ്ഞാൽ അത് പരിഗണിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് നമ്മൾ ചുണ്ടനക്കി പറയണം. അതോടുകൂടി നിസ്കാരം ആരംഭിക്കും. തക്ബീറത്തുൽ ഇഹ്റാമിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ചിലത്, ഒന്ന്, ഇമാമിൻ്റെ കൂടെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ചില ആൾക്കാർ എങ്ങനെയൊക്കെ മഅ്മൂമൊക്കെ തന്നെയൊക്കെ, പക്ഷേ നമുക്ക് തോന്നും ഇവനാണ് ഇമാമ് എന്ന് തോന്നിപ്പോകും. കാരണം നമ്മളെ ഇമാമിൻ്റെ കാട്ടുക്കും മുന്നേ ഓനെന്ത് ചെയ്യും? എല്ലാതും ചെയ്തു പോകും. അപ്പോൾ ഒരാൾ ഇമാമിൻ്റെ മുമ്പേ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്താൽ അത് സ്വീകരിക്കൂല, അത് ശരിയാവില്ല, അത് ബാത്തിലാണ്. ഇനി ഒരാൾ ഇമാമിൻ്റെ കൂടെ ചെയ്താലോ? മുവാഫക്കത്തായി ചെയ്യും. ഇമാം അല്ലാഹു അക്ബർ പറയുമ്പോൾ അപ്പം തന്നെ പറയാം, അതും സ്വഹീഹാവുകയില്ല, അതും തെറ്റാണ്. അപ്പം തക്ബീറത്തുൽ ഇഹ്റാം ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. അപ്പോൾ ഇമാമിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പറയേണ്ടത്. ഇമാം അല്ലാഹു അക്ബർ റാവും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അല്ലാഹു എന്നതിലെ അലിഫ് ആരംഭിക്കേണ്ടത്. ഇനി അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാം പറയുമ്പോൾ ലഹ്ന് അനുവദനീയമല്ല. ലഹ്ന് പറഞ്ഞാൽ ശൈലി എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ലഹ്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തോടത്ത് നീട്ടുക. 3 രൂപത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ മദ് വരും. ഒന്നൊരാൾ എന്ത് ചെയ്യുക? അല്ലാഹു അക്ബർ, അല്ലാഹു, ആ നിലടുത്ത് 2 മദ് നീട്ടുക. അപ്പം എന്താ അർത്ഥം? അല്ലാഹുവാണോ വലിയവൻ, അർത്ഥത്തിൽ മാറ്റം വന്നു. അത് തക്ബീറത്തുൽ ഇഹ്റാമിനെ ബാത്തിലാക്കും. 2, അല്ലാഹു അക്ബർ, അല്ലാ നിലടുത്ത് അവിടെ കുറച്ച് അല്ലാ നിലടുത്ത് കുറച്ച് നീട്ടുക. അത് അനുവദനീയാണ്. അതിലും ശ്രദ്ധിക്കാനൊരു കാര്യമുണ്ട്, ഇൻഷാ അല്ലാഹ് പറയാം. അത് അനുവദനീയാണ്. 3-മത്തത് അല്ലാഹു അക്ബർ. അക്ബർ, അക്ബാർ എന്ന് പറഞ്ഞാൽ ചെണ്ടകൾ എന്നാണ്. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നഊദുബില്ല, അതും തക്ബീറത്തുൽ ഇഹ്റാമിനെ ബാത്തിലാക്കും. അപ്പോൾ ആകെ അനുവദനീയായിട്ടുള്ളത് അല്ലാഹു അക്ബർ, അള്ളാന്ന് എടുത്ത് കുറിച്ച്. അവിടെ തന്നെ എത്ര നീട്ടാൻ പാടില്ല? ചില ആൾക്ക് അല്ലാഹു അക്ബർ ഇല്ല, കൂടിപ്പോയാൽ 6 ഹർക്കത്ത്, അതിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. ഇത് തക്ബീറത്തുൽ ഇഹ്റാമിൽ മാത്രമല്ല, ബാങ്കിലും അങ്ങനെ തന്നെയാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഒരു സ്ഥലത്ത് ഖുത്ബ പറയാൻ പോയപ്പോൾ അവിടെ മുഅദ്ദിൻ ബാങ്ക് കൊടുത്തപ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അങ്ങനെ ബാങ്ക് കൊടുത്താൽ ബാങ്ക് ശരിയാവില്ല. അപ്പോൾ അത് നമ്മൾ അതേപോലെ അല്ലാഹു നിലടുത്ത് 6 ഹർക്കത്തിൽ കൂടുതൽ നീട്ടൽ കറാഹത്താണ്. അപ്പോൾ ഇവിടെ നീട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. തക്ബീറത്തുൽ ഇഹ്റാമിലും തസ്ലീമിലും എന്ത് ചെയ്യാൻ പാടില്ല? നീട്ടൽ അധികരിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അല്ലാഹു അക്ബർ. അതേപോലെ ചില ആൾക്കാർ എങ്ങനെ പറയാം? അല്ലാഹു അക്ബർ, ഒരു വാവ് അറിയാതെ ചേരും, അല്ലാഹു അക്ബർ, അതും ശരിയല്ല. അല്ലാഹു അക്ബർ, ഇതാണ് ശരിയായ രൂപം. അപ്പോൾ അത് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ ശ്രദ്ധിക്കണം. ഇനി തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ കൂടെ നമുക്ക് സുന്നത്തായ ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കൈകൾ ഉയർത്തി കെട്ടണം. അപ്പോൾ കൈകൾ ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതുവരെ കൈകൾ ഉയർത്തണം? 2 ഹദീസുകളാണ് വിഷയത്തിൽ പ്രവാചകൻ വന്നിട്ടുള്ളത്. ഒന്ന്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ ഫി സ്വലാത്തി റഫഅ യദൈഹി ഹത്താ യകൂന ഹദ്വ മൻകിബൈഹി. ഞാൻ പ്രവാചകനെ കണ്ടു, നിസ്കാരത്തിലേക്ക് നിന്നപ്പോൾ റസൂലുള്ളാഹി തൻ്റെ ചുമല് വരെ കൈകളുയർത്തി.
അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ചുമല് വരെ ഷോൾഡർ വരെ കൈകൾ ഉയർത്താം. മറ്റൊരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ കബ്ബറ റഫഅ യദൈഹി ഹത്താ യുഹാദിയ ബിഹിമാ ഉദുനൈഹി. റസൂലുള്ളാഹി തക്ബീർ കെട്ടിയപ്പോൾ തൻ്റെ ചെവി വരെ കൈകൾ ഉയർത്തി. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ചുമല് വരെ കൈകൾ ഉയർത്താം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർത്തിയിട്ട് നമ്മളെ ചെവി വരെ കൈകൾ ഉയർത്താം. അപ്പോൾ ചെവി വരെ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ചെവി ഇങ്ങനെ കൊണ്ടേ വെക്കും. അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ആ അളവാണ്, ഒന്നെങ്കിൽ ചുമല് വരെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർത്തിയിട്ട് ചെവി വരെ. ഈ രണ്ടെണ്ണമാണ് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടത്. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ഉയർത്തും, ചില ആൾക്കാർ ഇങ്ങനെ ഉയർത്തും കുറച്ച്. ഇതൊന്നും നിസ്കാരത്തിൻ്റെ സ്വഹത്തിനെ ബാധിക്കില്ല, പക്ഷേ സുന്നത്തിനെതിരാണ്, പ്രതിഫലം കുറയും. അപ്പോൾ ഈ രണ്ട് രൂപങ്ങൾ ശ്രദ്ധിക്കുക. ഇനി കൈകൾ ഉയർത്തുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ഫിസ്സലാത്തി റഫഅ യദൈഹി മദ്ദാ. റസൂലുള്ളാഹി തൻ്റെ കൈകൾ നീട്ടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൈകൾ നിവർത്തി പിടിക്കണം, ഇങ്ങനെ പിടിക്കാൻ പാടില്ല അർത്ഥം. കൈകൾ ഇങ്ങനെ നിവർത്തി പിടിക്കണം. അതുപോലെ വിരലുകൾ കൂട്ടിപ്പിടിക്കണം. അപ്പം ഇങ്ങനെ പിടിച്ചാൽ ശരിയല്ല. കൈവെള്ള കിബിലക്ക് നേരെയായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ ശരിയല്ല. അപ്പോൾ 4 കാര്യം ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ ചുമല് വരെ അല്ലെങ്കിൽ ചെവി വരെ കൈകൾ നിവർത്തിപ്പിടിക്കണം, വിരലുകൾ കൂട്ടിപ്പിടിക്കണം, കൈവെള്ള കിബിലക്ക് നേരെയായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട സുന്നത്താണ്. ഇനി ഈ ഉയർത്തിയ കൈകൾ എന്ത് ചെയ്യണം? ഇത് കെട്ടണം. കെട്ടലാണ് സുന്നത്ത്. അപ്പോൾ കെട്ടുമ്പോൾ വലത് കൈ ഇടത് കൈയിൻ്റെ മുകളിൽ വെക്കണം. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറയുന്നു, ഇന്നാ മഅ്ശറൽ അംബിയാഇ ഉമിർനാ അൻ നുഅജ്ജില ഇഫ്താറനാ വ നുഅഖിറ സുഹൂറന. ഞങ്ങൾ പ്രവാചക സമൂഹത്തോട് കൽപ്പിക്കപ്പെട്ടത് ഞങ്ങളെ നോമ്പുതുറ നേരത്തെയാക്കണം, അത്താഴം വൈകിപ്പിക്കണം. വ അന്ന ലഅ അലാ ശമാഇലിനാ ഫിസ്സലാത്ത്. നിസ്കാരത്തിൽ വലത് കൈ ഇടത് കൈയിൻ്റെ മുകളിൽ വെക്കണം. അപ്പോൾ എല്ലാ പ്രവാചകന്മാരോട് അതാണ് കൽപ്പിക്കപ്പെട്ടത്. അപ്പോൾ എല്ലാ പ്രവാചകന്മാർക്കും നിസ്കാരമുണ്ട്. അപ്പോൾ അവരോട് കൽപ്പിക്കപ്പെട്ടത് അതാണ്, വലത് ഇടത് കൈയിൻ്റെ മുകളിൽ വെക്കണം. ഇനി വലത് ഇടതിൻ്റെ എവിടെ വെക്കണം? കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, ഇതിൻ്റെ എവിടെ വെക്കണം? 3 രൂപങ്ങളാണ് പ്രവാചകന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ഒന്ന്, വായിൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം റസൂലുള്ളാഹിയുടെ നിസ്കാരം നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, സുമ്മ വളഅ യദഹുൽ യുംന. പിന്നീട് പ്രവാചകൻ തൻ്റെ വലത് കൈ വെച്ചു, അലാ കഫ്ഫിഹിൽ യുസ്രാ. ഇടത് കൈയിൻ്റെ കഫിൽ, കൈപ്പത്തി മാത്രമല്ല, റുസ്ഗി പറഞ്ഞാൽ ഈ ജോയിൻ്റ് ഇല്ലേ, ഇത് സായിദി, അതിൻ്റെ സായിദാണ് അതിൻ്റെ തൊട്ട് ബാക്കിലെ സ്ഥലം. ഈ 3ലും പാടെ റസൂലുള്ളാഹി വെച്ചു എന്നാണ്. അപ്പോൾ ഈ കൈയിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ, കുറച്ച് ഇതിൽ, കുറച്ച് ഇത്, ഇങ്ങനെ ബാക്കിലൊരു കൂടി കാണാൻ വേണ്ടിയിട്ട് ഇതാ മുകളിൽ വെച്ചുതരാം. ഇങ്ങനെ ഈ 3ലും പാടെ വരണം, മനസ്സിലായോ? ഈ 3ലും പാടെ. അപ്പോൾ അത് മുകളിലല്ല വെക്കേണ്ടത്, മുകളിൽ ഇപ്പോൾ കാണാൻ വേണ്ടി വെച്ചാണ്, സൈഡിലാണ് നമ്മൾ വെക്കേണ്ടത്. അങ്ങനെ. അപ്പോൾ ഇതാണ് അതിൽ ടേബിൾ ഇല്ലെങ്കിൽ എനിക്കൊന്നൊരു സൗകര്യമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ 3ലും പാടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചു എന്നാണ് ഒന്ന്. രണ്ടാമത്തെ രൂപം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഹൽ ഇബ്നു സഅദ് അസ്സായിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയാണ്, കാനൻ നാസു ഉമറൂന അയ്യൽ അർറജുലുൽ യദൽ യുംന അലാ ദിറാഇഹിൽ യുസ്രാ. നിസ്കാരത്തിൽ ഒരു മനുഷ്യനോട് ഇടത് കൈയിൻ്റെ ദിറായിൽ വെക്കാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ദിറാ എന്ന് പറഞ്ഞാൽ ഈ മുട്ടിൻ്റെ അടി ഈ ഭാഗമാണ്, ഇതാണ് ദിറാ. അപ്പോൾ നമ്മളെങ്ങനെ വെക്കുക? ഇതെങ്ങനെ വെക്കുക? ഇതും ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ ദിറാ അറിയുമ്പോൾ ഈ മുട്ടിൻ്റെ അടിയത്തെ ഈ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുക. മൂന്നാമത്തത് ഖബളാണ്, പിടിക്കുക. അത് വായിൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. അദ്ദേഹം പറയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബള അലാ ശിമാലിഹി ബിയമീനിഹി. റസൂൽ തൻ്റെ വലതുകൊണ്ട് ഇടതിൽ പിടിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ വിരലുകൾ കൊണ്ട് നമ്മൾ ഈ ജോയിൻറ്റിൽ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഖബൾ. ഇത് 3ഉം ഹദീസിൽ സ്ഥിരപ്പെട്ടാണ്. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ വെക്കും, ഇത് മുട്ടാണ്, മിർഫഖ്. ഇതെന്തല്ല, ഇത് ശരിയല്ല, ഇത് സുന്നത്തല്ല. ചില ആൾക്കാർ ഇങ്ങനെ വെക്കും, ചില ആൾക്കാർ ഇങ്ങനെ വെക്കും. ഇതൊക്കെ എന്താണ്? തെറ്റായ രൂപങ്ങളാണ്. തെറ്റിയാൽ നിസ്കാരം ബാത്തിലാവില്ല, കാരണം ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്, പക്ഷെ പ്രതിഫലത്തിൽ കുറവ് വരും. അപ്പോൾ 3 രൂപങ്ങളാണ് സ്ഥിരപ്പെട്ടത്. ഞാൻ പിന്നിലൊരു കൂടിയും കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഈ 3ൽ കൂടി വരുന്ന രൂപത്തിൽ ഇങ്ങനെ വെക്കുക, ഒന്ന്. രണ്ടാമത്തത് ഇതങ്ങനെ വെക്കുക, ഇവിടെ
മൂന്നാമത്തത് ഇതങ്ങനെ പിടിക്കുക. അപ്പോൾ ചിലക്കാരിങ്ങനെ പിടിക്കുമ്പോൾ ഒരു വിരലിങ്ങനെ വെക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ കബിൾ പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കുക. ഇതാണ് രൂപം. ഇനി ഇപ്പോൾ നമ്മൾ വലത് കൈ ഇടത് കൈൻ്റെ മുകളിൽ വെച്ചു. ഇനി ഇതൊക്കെ പാടെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും കൊണ്ടേ വെക്കണ്ടേ? എവിടെ വെക്കണം? അപ്പം അതിൽ ഹദീസുകൾ ധാരാളം സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ചില ഹദീസുകൾ പ്രകാരം തഹ്ത സുറ, പുക്കിളിൻ്റെ അടിയിൽ വെക്കണം എന്നുള്ളതാണ്. പക്ഷേ ആ ഹദീസുകൾ ലൈഫാണ്, ദുർബലാണ്. ഇനി ചില ഹദീസുകളിൽ ഫൗക സുറ, പുക്കിളിൻ്റെ മുകളിൽ വെക്കണം എന്നുള്ളതാണ്. ആ ഹദീസുകളും ദുർബലമാണ്. പുക്കിളിൻ്റെ അടിയിൽ വെക്കണം എന്ന ഹദീസുകളേക്കാൾ ദുർബലത കുറഞ്ഞതാണ് എങ്കിലും പുക്കിളിൻ്റെ മുകളിൽ വെക്കണം എന്ന ഹദീസുകളും എന്തുതന്നെയാണ്? ദുർബലമാണ്. പിന്നെ സ്വദിരിൽ, നെഞ്ചിൽ വെക്കണം. യഥാർത്ഥത്തിൽ ആ ഹദീസും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതും എന്തുതന്നെയാണ്? ദുർബലമായ ഹദീസാണ് എന്ന് തന്നെയാണ്. എന്നാൽ മറ്റുള്ള റിപ്പോർട്ടുകളെക്കാൾ ഒന്നുകൂടിയും ദുർബലത കുറഞ്ഞതാണേത്? ഒന്നുകൂടിയും സ്ട്രോങ് ആയ ഹദീസാണ്, സുഹത്തിലേക്ക് അടുത്ത ഹദീസാണ് സ്വദറിൽ വെക്കണം എന്നത്. അപ്പോൾ സ്വദറിൽ വെക്കുക എന്നുള്ളതാണ് പണ്ഡിതന്മാരൊക്കെ പറയുന്ന അഭിപ്രായം. സ്വദർ, അത് വായിൽ ഇബിൻ ഹുജറിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ചില പണ്ഡിതന്മാരത് ഹസന എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിൽ പറയുന്നത് സല്ലൈത്തും ആ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പറഞ്ഞ റസൂലിൻ്റെ കൂടെ നിസ്കരിച്ചു. ഫവളഅ യദഹുൽ യുംന അലാ യദിഹിൽ യുസ്ര അലാ സ്വദ്രിഹി, റസൂലുള്ളാഹി തൻ്റെ കൈ സ്വദറിൽ വെച്ചു, നെഞ്ചിൽ വെച്ചു. അപ്പോൾ ഈ സ്വദർ എന്ന് പറയുമ്പോൾ എന്താണ്? ചില ആൾക്കാർ ഇങ്ങനെ കയറ്റിവെക്കും. ഇത് ശരിക്കും അറബിയിൽ ഓരോന്നിനും ഓരോ പേരാണ്. അപ്പോൾ ഇത് ഹൽക്ക്, ഹൽക്ക് നമുക്കറിയാലോ, തൊണ്ട. അതിൻ്റെ അടിയിൽ നെഹ്റാണ്, ഇത് നെഹ്റാണ്. ഇത് ബത്വന്, ഇതിൻ്റെ ഇടയിലാണ് ആര് വരുന്നത്? സ്വദർ വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ആണുങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും, നമ്മൾ പോക്കറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇവിടെ ഒരു മർമ്മത്തിൻ്റെ ഒരു കുഴിയില്ലേ, ആ ഭാഗമാണ് സ്വദർ പറഞ്ഞാൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വെക്കേണ്ടത്. അപ്പോൾ ചില ആൾക്കാർ സ്വദർ പറയുമ്പോൾ നെഞ്ച് ഇടത്തെ സൈഡിലല്ലേ വരുന്നത്, അപ്പോൾ ഇങ്ങനെ നീക്കി വെക്കും. ഇല്ല, ഇത് തെറ്റാണ്. കാരണം ഇത് കൽബാണ്, ഇത് സ്വദറല്ല. അപ്പോൾ ഈ മധ്യഭാഗത്താണ് നമ്മൾ വെക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഇങ്ങനെ ഉയർത്തണം, ഉയർത്തുമ്പോൾ കൈവെള്ള കിബിലക്ക് നേരെയായിരിക്കണം, വിരലുകൾ കൂട്ടിപ്പിടിക്കണം, നിവർത്തി പിടിക്കണം. എന്നിട്ട് ഈ സ്വദറിൽ ഒന്നെങ്കിൽ മൂന്നിലും പാടെ വരുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ദിറായിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഖബലായ രൂപത്തിൽ വെക്കണം. ശരി. തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നമുക്ക് ദുആ ഉൽ ഇസ്തിഫ്താഹ് ചെല്ലാണ്ട് പ്രാരംഭ പ്രാർത്ഥന സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ധാരാളം പ്രാരംഭ പ്രാർത്ഥനകൾ. സാധാരണ നമ്മൾ ആൾക്കാരേത് ചെല്ലുക? വജ്ജഹത്ത് വജഹിയാണ് ചെല്ലുക. ശരി, ഏതുവരെ ചെല്ലും? വ അന മിനൽ മുസ്ലിമീൻ, ലിവാന അവ്വലുൽ മുസ്ലിമീൻ വരെ ചെല്ലും. ശരിക്കും വജ്ജഹത്ത് അത്രയാണോ? അല്ല. വജ്ജഹത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദ് നിസ്കാരങ്ങളിൽ ചെല്ലാറുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി രാത്രി നിസ്കാരങ്ങളിലാണ് വജ്ജഹത്ത് ചെല്ലുന്നത്. കാരണം വജ്ജഹത്ത് വലിയൊരു പ്രാർത്ഥനയാണ്. അത് നമ്മൾ മുറിച്ച് പകുതിയും ശരിക്കും ചെല്ലണില്ല, അതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെല്ലുന്നത് കൂടുതൽ ഇനിയും വജ്ജഹത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായ പ്രാർത്ഥനകൾ ചെല്ലലാണ് ഉത്തമം. പൂർണ്ണമായ, അത് മാത്രമല്ല വജ്ജഹത്തിനേക്കാൾ അർത്ഥവത്തായ ആശയസമ്പുഷ്ടമായ മഹത്വമുള്ള പ്രാർത്ഥനകൾ വേറെയുണ്ട്. ഇപ്പോൾ ഒരു പ്രാർത്ഥന അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹ്, ഇതൊരു പ്രാരംഭ പ്രാർത്ഥനയാണ്. ഇത് എത്ര ചെറുതാണ് നോക്കി നിങ്ങൾ. എന്നോടൊരിക്കലും ഒരാൾ പറഞ്ഞു, ഉസ്താദ് ഈ ഹറമിലെ ഇമാമാരൊന്നും പ്രാരംഭ പ്രാർത്ഥന ഇല്ലണില്ല, വജ്ജഹത്ത് ഇല്ലണില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ചോദിച്ചു? അല്ല, ഓല് കൈയ്യട്ടിയിട്ട് 4-5 സെക്കൻഡ് കഴിയുമ്പോഴേക്കിന് ഫാത്തിഹ പോയി തുടങ്ങും. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ വജ്ജഹത്ത് എല്ലാം എവിടെ സമയം? അപ്പോൾ ഓല് ചെല്ലുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ദുആ ഇസ്തിഫ്താഹുകളാണ്. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹ്. അതുമാത്രമല്ല, ഇതിൻ്റെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇതൊരു സഹാബി ചെല്ലിയപ്പോൾ റസൂലുള്ളാഹി പറയും, ലഖദ് റഅയ്തു 12 മലക്കൻ യബ്തദിറൂനഹാ, 12ഓളം മലക്കുകളെ ഞാൻ കണ്ടു, അവർ മത്സരിച്ചു. അയ്യുഹും യർഫഉഹ, ആരാണ് ഈ നന്മ ഉയർത്തുക എന്ന വിഷയത്തിൽ അവർ മത്സരിച്ചു എന്നാണ്. അത്രയും മഹത്വമുള്ള ദിക്റാണത്. അതുപോലെ മറ്റൊരു ദുആ ഇസ്തിഫ്താഹാണ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. എത്ര ചെറുതാ! റസൂലുള്ളാഹി പറയാണ്, അജിബ്തു ലഹ, എനിക്ക് ഭയങ്കര അത്ഭുതം. ഫുത്തിഹത് ലഹ അബ്വാബുസ് സമാ, ആകാശത്തിൻ്റെ കവാടങ്ങളൊക്കെ തുറക്കപ്പെട്ടു ചെല്ലിയപ്പോൾ. അപ്പോൾ ഭയങ്കര മഹത്വമുള്ള ദിക്റാണ്. അതുപോലെ വേറെയും അല്ലാഹു ബഅദ ബൈനി വബൈന ഖത്വായ കമാ ബഅദ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി അല്ലാഹു നഖ്നി മിനൽ ഖത്വായ കമാ യുനഖ്ഖി സൗബുൽ അബ്യദു മിനദ് ദനസ് അല്ലാഹു മഗ്സിൽ ഖത്വായ ബിൽ മാഇ വസ്സൽജി വൽ ബറദ്. അത് മുഴുവൻ ഇസ്തിഗ്ഫാറാണ് ആ പ്രാർത്ഥന.
അതുപോലെ വേറെയും അല്ലാഹുമ്മ റബ്ബ ജബ്രായില വമീകൈല വൈസ്രാഫീല ഫാത്തിറ സമാവാതി വൽ അർളി ആലിമുൽ ഗൈബി വശഹാദ തുടങ്ങിയ വേറെയും ദുആ ഇസ്തിഫ്താഹുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ കഴിയുമെങ്കിൽ ഇത്തരത്തിൽ ചെറുത് ഒന്നോ രണ്ടെണ്ണമൊക്കെ പഠിച്ച് ചെല്ലുകയാണെങ്കിൽ മാറി മാറി നിസ്കാരത്തിൽ ചെല്ലുകയാണെങ്കിൽ നല്ലതാണ്. കാരണം അല്ലെങ്കിൽ നിസ്കാരം ഒരു യാന്ത്രികമാവും. ഏതുറക്കത്തിന് 2 മണിക്ക് തട്ടി വിളിച്ച് നീച്ച് നമ്മളോട് നിസ്കരിക്കാൻ പറഞ്ഞാൽ കയ്യാണ്ട് കെട്ടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് വജ്ജെടുത്തോണ്ട് വരും. നിസ്കാരം ഒരു യാന്ത്രികമായി മാറും. ഇപ്പോൾ ഖുശൂ കൂടാൻ കാരണമാണ് നമ്മൾ 2-3 പഠിച്ച് മാറി മാറി ചെല്ലുക എന്നുള്ളത്. ശരി, ദുആഉൽ ഇസ്തിഫ്താഹ് കഴിഞ്ഞാൽ പിന്നെ ഫാത്തിഹ ഓതണം. ഫാത്തിഹ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഫാത്തിഹ നിസ്കാരത്തിൻ്റെ റുക്കിനാണ്. അതുകൊണ്ട് ഫാത്തിഹയിൽ തെറ്റ് വന്നാൽ നിസ്കാരത്തിൻ്റെ സ്വഹത്തിനെ ബാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തോന് നിസ്കാരമില്ല. ഫാത്തിഹയിലെ ഒരു ശബ്ദ് നഷ്ടപ്പെട്ടാൽ പോലും ഫാത്തിഹനെ ബാധിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ഒരാൾ ഓതുകയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബി എന്നുള്ള ഒഴിവാക്കി ശബ്ദ നഷ്ടപ്പെട്ടാൽ അത് പ്രശ്നമാണ്. ഒരാൾ മദ് നഷ്ടപ്പെടുത്തി, ഇയ്യാക്ക എന്നുള്ളടത്ത് ഒരാൾ ഇയ്യാക്ക നഅ്ബുദു, അത് പ്രശ്നമാണ്. സിറാത്തുല്ലദീന അൻഅംത ഒരാൾ ഓതുക അൻഅംതു, ഫത്ഹ മാറ്റി ലൊമ്മാക്കിയിട്ടുള്ളു, അത് പ്രശ്നമാണ്. അപ്പോൾ ഫാത്തിഹയിൽ ഒരു ഹർക്കത്ത് പോലും മാറാൻ പാടില്ല, ശബ്ദ പോകാൻ പാടില്ല, മദ് പോകാൻ പാടില്ല. ഫാത്തിഹ നല്ല ഗൗരവത്തിൽ നമ്മൾ ഓതാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയും. ആമീൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ നമ്മളെ പള്ളിയിലൊക്കെ ആമീൻ പറയുമ്പോൾ എങ്ങനെയാക്കരം, ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ടേക്കര അടുത്ത ആൾ ചിലപ്പോൾ തുടങ്ങുക, പിന്നെ കഴിയുമ്പോഴേക്കിന് മറ്റൊന്ന് തുടങ്ങും. അല്ലേ, ഇത് ചിലപ്പോൾ തീരുമ്പോഴേക്കിന് കുറേ സമയം കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ആമീൻ പറയുമ്പോൾ പള്ളി വറക്കുമായിരുന്നു എന്നാണ്. കാരണം എല്ലാവരും ഒരുമിച്ച് പറയും, ഉച്ചത്തിലും പറയും, ഉച്ചത്തിൽ പറയണം. അപ്പോൾ ചിലക്കാർ ആമീൻ ആമീൻ അങ്ങനെ പറയാൻ പറ്റില്ല, ഉച്ചത്തിൽ പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അമ്മനൽ ഇമാം ഫഅമ്മിനു. ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങളും ആമീൻ പറയൂ. കാരണം മലക്കുകളുടെ ആമീനുമായി ചേർന്ന് വന്നാൽ മീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അപ്പോൾ ഇമാമിൻ്റെ ആമീനാണ് മലക്കുകളുടെ കൂടെ വരിക. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമാമിൻ്റെ കൂടെ ആമീൻ പറയാം. അപ്പോൾ നമ്മളതും മലക്കുകളുടെ യോജിച്ച് വരും. ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയൽ സുന്നത്താണ്. ആമീനിന് ശേഷം നമ്മൾ സൂറത്ത് ഓതണം. സൂറത്തോതലും സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംശയങ്ങൾ ലാസ്റ്റ് പോരെ, അത് നല്ലത്, അല്ലെങ്കിൽ തീരൂല ക്ലാസ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഖറഅ ബി ഉമ്മിൽ ഖുർആനി ഫഖദ് അജ്സഅത് അൻഹു. ആരെങ്കിലും ഫാത്തിഹ ഓതിയാൽ അത് മതി. എന്നാൽ ഫമൻ സാദ ഫഹുവ അഫ്ളൽ. ആരെങ്കിലും കൂടുതൽ ഓതിയാൽ നല്ലതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ സൂറത്തോതൽ സുന്നത്താണെന്ന് ഇന്ന് മനസ്സിലാക്കുക. ധാരാളം മസ്അലകൾ സൂറത്തുകളുമായി ബന്ധപ്പെട്ട് കിതാബുകളിൽ കാണാം. അതിൽ പ്രധാനപ്പെട്ട 1-2 പറയാം. ഒന്ന്, നമ്മൾ സൂറത്ത് ഓതുമ്പോൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത് ഒരു റക്അത്തിൽ ഒരു സൂറത്ത് മുഴുവനായിട്ട് ഓതാൻ ശ്രമിക്കുക. 2ാമത്തെ റക്അത്തിൽ വേറെ സൂറത്ത് ഓതുക, അതാണ് ഏറ്റവും ഉത്തമം. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഒരു സൂറത്തിന് 2ആയി മുറിച്ചിട്ട് ഒരു റക്അത്തിൽ കുറച്ച് ഓതുക, 2ാമത്തെ റക്അത്തിൽ ഫുള്ളാക്കുക. ഇനി അതിനും പറ്റില്ല, 3ാമത്തെ ദർജയാണ് ഒരു സൂറത്തിൻ്റെ ഏതെങ്കിലും ഭാഗം ഓതുക, 2ാമത്തെ റക്അത്തിൽ വേറെ സൂറത്തിൻ്റെ ഏതെങ്കിലും ഭാഗം ഓതുക. അപ്പം ഇങ്ങനെയൊക്കെ ഓതൽ എന്താണ്, ജായിസാണ്, അനുവദനീയം ആണ്. ശരി, സൂറത്ത് ഓതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റുക്കൂയിലേക്ക് പോകണം. റുക്കൂ അടുത്ത റുക്കിനാണ്. അപ്പോൾ റുക്കൂയിലേക്ക് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒരുപാട് ആളുകൾക്ക് തെറ്റുപറ്റുന്നൊരു വിഷയമുണ്ട്, തക്ബീറത്തുൽ ഇന്തിഖാൽ. തക്ബീറത്തുൽ ഇന്തിഖാൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഖിയാമിന് റുക്കൂക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയില്ലേ, അതേപോലെ റുക്കൂന്ന് എഴുത്താലേക്ക് വരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ പറയും. ഇതൊക്കെയാണ് തക്ബീറത്തുൽ ഇന്തിഖാൽ. ഒരു റുക്കിന് മറ്റേ റുക്കിനിലേക്ക് പോകുമ്പോൾ പറയുന്ന തക്ബീർ. ഇതിൻ്റെ മഹൽ, ഇതിൻ്റെ സ്ഥാനം എവിടെയാണ്? 5 രൂപത്തിൽ തക്ബീറത്തുൽ ഇന്തിഖാൽ നമുക്ക് പറയാം. 5 പോസിബിലിറ്റീസ്, സാധ്യതകളുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒന്ന്, ഒരാൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഖിയാമിലാണ്, ഓതുമ്പോൾ മിനൽ ജിന്നത്തി വന്നാസ് അല്ലാഹു അക്ബർ, അയാൾ എന്ത് ചെയ്യുക, ഖിയാമെന്ന് തന്നെ തക്ബീർ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു, എന്നിട്ട് പോവുക. 2ാമത്തെ ഒന്ന്, ഒരാൾ ഓതുക മിനൽ ജിന്നത്തി വന്നാസ് അല്ലാഹു അക്ബർ, റുക്കൂയിലെത്തിയതിന് ശേഷം തക്ബീർ പറഞ്ഞ് തുടങ്ങി അവസാനിപ്പിക്കുക. ഇത് രണ്ടും ശരിയല്ല. ശരിയല്ല എന്ന് മാത്രമല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞത് നിസ്കാരം തന്നെ ബാത്തിലാകും. എന്തുകൊണ്ട്? തക്ബീറത്തുൽ ഇന്തിഖാൽ വാജിബാണ്. ഹംബലി മദ്ഹബ് പ്രകാരം വാജിബാണ്. വാജിബ് മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയാൽ നിസ്കാരം ബാത്തിലാവും. അപ്പോൾ ഈ തക്ബീറത്തുൽ ഇന്തിഖാൽ പറയേണ്ട സ്ഥാനം എവിടെ? റുക്കൂയിലാണോ? റുക്കൂയിൽ അല്ലാഹു അക്ബർ പറയാനുണ്ടോ? ഇല്ല. ഖിയാമിൽ അല്ലാഹു അക്ബർ പറയാനുണ്ടോ? ഇല്ല. പിന്നെ ഇതിൻ്റെ സ്ഥാനം എവിടെയാണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ്. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ പറയണം. അവിടുന്ന് മനഃപൂർവ്വം പറയാതിരുന്നാൽ അത് ശരിയാവില്ല.
അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞ് നിസ്കാരം തന്നെ ബാത്തിലാവും, എന്നാൽ ബാത്തിലാവുകയില്ല എന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായിരുന്നാലും നമ്മളത് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് മൂന്നാമത്തെ ഒരു സാധ്യത എങ്ങനെ, ഖിയാമെന്ന് തുടങ്ങുക. ഒരാൾ അല്ലാഹു അക്ബർ, ഖിയാമെന്ന് തുടങ്ങി എന്നിട്ട് എവിടെ അവസാനിപ്പിച്ച്, ഇടയിൽ. ഇതും ശരിയല്ല. നാലാമത്തെ ഒരു രൂപം മിനൽ ജിന്നത്തി വന്നാസ് അല്ലാഹു അക്ബർ, ഇത് ഖിയാമെന്ന് വിട്ടതിന് ശേഷം തുടങ്ങി റുക്കൂയിൽ പോയിട്ട് അവസാനിപ്പിച്ചു. ഇതും ശരിയല്ല. പക്ഷേ ഇത് കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്താൽ പ്രശ്നമല്ല. കാരണം എന്തുകൊണ്ട് വെച്ചാൽ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എങ്ങനെയാണ്, 2 റുക്കിനുകളുടെ ഇടയിൽ വെച്ച് തീർക്കണം. അപ്പോൾ ഖിയാമെന്ന് റുക്കൂയിലേക്ക് എത്തുമ്പോൾ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ ചിലപ്പോൾ റുക്കൂയിൽ എത്തുന്നതിൻ്റെ മുമ്പ് അല്ലാഹു അക്ബർ തീരൂല, നമുക്ക് പ്രയാസമാണ് തീർക്കൽ. അപ്പം അതുകൊണ്ട് അത് പ്രശ്നമല്ല, അങ്ങനെ ചെയ്താലും പ്രശ്നമില്ല. അപ്പോൾ ഏറ്റവും ശരിയായ രൂപം എന്താണ്, 2നെ ഇവിടെ ഖിയാമെന്ന് വിട്ടിട്ട് തുടങ്ങുക, റുക്കൂയിലേക്ക് എത്തുന്നതിന് മുമ്പ് അവസാനിപ്പിക്കുക. മിനൽ ജിന്നത്തി വന്നാസ് അല്ലാഹു അക്ബർ. ഇതിൽ മാത്രമല്ല, ഇനിയിപ്പോൾ ഇത്തിദാലിൽ നിന്ന് സുജൂദക്ക് പോകുമ്പോൾ, സുജൂദിൽ നിന്ന് ഖിയാമക്ക് വരുമ്പോൾ ഒക്കെ ഇടയിലാണ് പറയേണ്ടത്. ഇതാണ് തക്ബീറത്തുൽ ഇൻതിഖാൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ തക്ബീറത്തുൽ ഇൻതിഖാൽ സ്ഥിരപ്പെട്ടത് കാണാൻ സാധിക്കും. ശരി, പിന്നെ നമ്മൾ റുക്കൂയിലേക്ക് എത്തി. ഇനി റുക്കൂയിലേക്ക് എത്തിയാൽ നമുക്ക് എന്താ ചെയ്യാൽ, നമുക്ക് ചില ദിക്റുകളൊക്കെ ചെല്ലാണ്ടല്ലേ. അപ്പോൾ ആദ്യം റുക്കൂ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, റുക്കൂയിൽ എങ്ങനെ നിൽക്കണം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവർ പറയാണ്, വക്കാന ഇദാ റക്കഅ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂ ചെയ്താൽ ലം യുശഖിസ് റഅസഹു വലം യുസവ്വിബുഹു വലാകിൻ ബൈന ദാലിക്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലോണം തല താഴ്ത്തൂല്ല, നല്ലോണം പൊന്തിക്കൂല്ല, അതിൻ്റെ ഇടയിലാകുമായിരുന്നു. അപ്പോൾ നല്ലോണം തല കുനിക്കുക, അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല. അതേപോലെ ഇങ്ങനെ തീരെ കുനിക്കാതിരിക്കുക, അതും ചെയ്യാൻ പാടില്ല. വലാക്കിൻ ബൈന ദാലിക്, നമ്മുടെ മുതുകും പിരടിയും ഒക്കെ സ്ട്രെയിറ്റ് ആയി. ചില റിപ്പോർട്ടുകളിൽ ലൗ സുബ്ബ അലൈഹിൽ മാഉൽ അസ്തഖർ, പ്രവാചകൻ്റെ പിരടിയിലൊരു വെള്ളം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ, പാത്രത്തിൽ വെള്ളം വെക്കുകയാണെങ്കിൽ അസ്തഖർ, അതിങ്ങനെ ഉറച്ചു നിൽക്കുമായിരുന്നു എന്നാണ്. പിളകാതിരിക്കണമെങ്കിൽ ചെരിവുണ്ടാവാൻ പാടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നല്ലോണം താഴാനും പാടില്ല, നല്ലോണം പൊന്താനും പാടില്ല, അല്ലാതെയാണ് ചെയ്യേണ്ടത്. ഇനി റുക്കൂയിൽ നിൽക്കുന്ന സമയത്ത് കൈകൾ എവിടെ വെക്കണം, ഹദീസിൽ കാണാം, അംകന യദൈഹി മിൻ റുക്ബതൈഹി, കൈകൾ കാൽമുട്ടിൽ വെച്ചു. അപ്പോൾ കാൽമുട്ടിലാണ് കൈകൾ വെക്കേണ്ടത്. കാൽമുട്ടിൽ തന്നെ വെക്കുകയാണോ ചെയ്യേണ്ടത്, അല്ല, വെക്കലല്ല, ഖബളാണ്, പിടിക്കുകയാണ് വേണ്ടത്. പിടിക്കണം. അപ്പോൾ പിടിക്കണ വിരലുകൾ എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെ വിടർത്തി പിടിക്കേണ്ടി വരും. ഇങ്ങനെ വെച്ചാൽ പോരാ, വിരലുകൾ ഇങ്ങനെ വിടർത്തി പിടിച്ച് മുട്ടിലിങ്ങനെ പിടിക്കണം. ഹത്തസ്തഖറ കുല്ല ശൈഇൻ മിൻഹു എന്നാണ് ഹദീസിൽ. അഥവാ ഓരോ വിരലുകളും റസൂലിൻ്റെ അവിടെ ഇങ്ങനെ പതിഞ്ഞ് നിൽക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഉറച്ച് നിൽക്കണം. അതേപോലെ ഇങ്ങനെ വിടർത്തി പിടിക്കണം. അപ്പോൾ വിരലുകളൊക്കെ പിന്നേക്ക് വരണം, മുട്ടിലിങ്ങനെ പിടിക്കണം. ഇതാണ് സുന്നത്തായിരും. കൈകൾ എന്ത് ചെയ്യണം, ജാഫാ യദൈഹി, കൈകൾ ശരീരത്തിൽ നിന്ന് വിട്ടുവെക്കണം. അപ്പോൾ ശരീരത്തിൽ ഇങ്ങനെ ചേർത്ത് വെക്കാൻ പാടില്ല, ശരീരത്തിൽ നിന്ന് വിട്ടുവെക്കണം. ഇങ്ങനെ വില്ല് പോലെ ഇങ്ങനെ വിട്ടുവെക്കണം. ഇത്രയും കാര്യങ്ങൾ റുക്കൂയിൽ ശ്രദ്ധിക്കണം. റുക്കൂയിൽ എവിടേക്കാണ് നോക്കേണ്ടത്, സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ്. അപ്പോൾ ഖിയാമിൽ എവിടേക്കാണ് നോക്കേണ്ടത്, ഖിയാമിൽ 3 റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതിൽ 2 സ്വഹീഹാണ്. ഒന്ന് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കിയിരുന്നു, സ്വഹീഹായി വന്നാണ്. രണ്ടാമത്തൊന്ന് ഇമാമിനെ നോക്കൽ, മഅ്മൂമിന് വേണമെങ്കിൽ ഇമാമിനെ എന്ത് ചെയ്യാം, നോക്കാം. അപ്പോൾ എന്താണ് അതിന് തെളിവ്, ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ്റിലും അസ്റിലൊക്കെ ഓതീനോ, ളുഹ്ർ അസ്ർ രഹസ്യസ്കാരമുണ്ട്, അറിയില്ലല്ലോ, ഓതീനോ. അപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അതേ റസൂൽ ഓതീനോ. അപ്പോൾ ഈ താബീ ചോദിക്കാണത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ബിൽ തിറാബി ലിഹ്യതൈഹി, റസൂലിൻ്റെ താടി ഇങ്ങനെ ഇളകുണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഓല് റസൂലിനെ എന്ത് ചെയ്തിരുന്നു, നോക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മഅ്മൂമിന് ഇമാമിന്, അപ്പോൾ മഅ്മൂമിന് ഇമാമിനെ നോക്കാറുമ്പോൾ അപ്പോൾ അവിടെ കിടന്ന മഅ്മൂമി ഇമാമിനെ ഇങ്ങനെ എത്തിയോക്ക്, അതാണോ, അല്ല അങ്ങനെ. ഇമാമിൻ്റെ പിന്നിൽ നിൽക്കണവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ഇമാമിനെ നോക്കാം, അനുവദനീയമാണ്. വേറെയും റിപ്പോർട്ടുകളുണ്ട്, പക്ഷേ അത് ദുർബലമാണ്. അപ്പോൾ ഏറ്റവും നമുക്ക് ഖുശൂവിന് കൂടുതൽ നല്ലത് ഏതാ വെച്ചാൽ ചെയ്യുക, സുജൂദിലേക്ക് നോക്കലായിരിക്കും ഖുശൂ കിട്ടാൻ കൂടുതൽ നല്ലത്. അതുകൊണ്ട് അതാണ് ഏറ്റവും സ്വീകാര്യമായത്. അല്ലാഹു അലം. ശരി, അപ്പോൾ റുക്കൂയിൽ നമ്മൾ അതിനെ ചെയ്യേണ്ടത് സുജൂദിലേക്കാണ് നോക്കണം, സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കേണ്ടത്. അങ്ങനെ റുക്കൂയിൽ നമുക്ക് ചെല്ലാൻ ഒരുപാട് ദിക്റുകളുണ്ട്. സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി, സുബ്ഹാന ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്, സുബ്ഹാന ദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ അളമതി, അല്ലാഹുമ്മ ലക റകഅതു ബിക ആമന്തു വലക അസ്ലംതു ഖശാ ലക സമഇ വബസ്രി വമുഖി വഅളമി വഅസ്ബി.
ഇതൊക്കെ റുക്കുവിൽ ചെല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ദിക്റുകളാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് മാറി മാറി ചെല്ലാം. പക്ഷേ സുബ്ഹാന റബ്ബിയൽ അളീം ഒരു പ്രാവശ്യമെങ്കിലും ചെല്ലുക, എന്നിട്ട് നമുക്ക് ഏതിലതും നമുക്ക് ചൊല്ലാം. എന്നാൽ ചില പണ്ഡിതന്മാർ ഒരു പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അളീം ചെല്ലണമെന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ലത് എന്താണ്? ഒരു പ്രാവശ്യമെങ്കിലും സുബ്ഹാന റബ്ബിയൽ അളീം ചൊല്ലലാണ്. അല്ലാഹു അഅലം. റുക്കുവിന് ശേഷം നമ്മൾ ഇഅ്തിദാലിലേക്ക് ഉയരും. ഈ ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാർ എന്ത് ചെയ്യും? ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോൾ റുക്കുവിന് സമി അല്ലാഹു ലിമൻ ഹമീദ കൈകൾ ഇങ്ങനെ ആട്ടും. ഇങ്ങനെ ആട്ടാൻ പറ്റുമോ? ഇല്ല. നിസ്കാരത്തിൽ അനാവശ്യ ചലനങ്ങൾ അത് അധികമായാൽ നിസ്കാരത്തിൻ്റെ സ്വഹത്തിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ടുവന്ന് നിശ്ചലാക്കി വെക്കുക. ഈ ഇഅ്തിദാലിലേക്ക് പൊന്തുമ്പോൾ നമ്മൾ എന്താ ചെല്ലേണ്ടത്? ഇമാമും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളും സമി അല്ലാഹു ലിമൻ ഹമീദ എന്നാണ് പറയേണ്ടത്. എന്നാൽ മഅ്മൂം കൂടുതൽ ഉത്തമം റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയലാണ്. മഅ്മൂം സമി അല്ലാഹു ലിമൻ ഹമീദ എന്നതിലുപരി റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയലാണ് സുന്നത്തിനോട് യോജിച്ചതായിട്ട് മനസ്സിലാവണം. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഇദാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, ഇമാമിനെ നിശ്ചയിച്ചത് പിൻപറ്റാനാണ്. അതുകൊണ്ട് ഇതാ കബ്ബറ ഫക്കബ്ബിറു, ഇമാൻ തക്ബീറട്ടെ നിങ്ങളും തക്ബീറട്ടിയും. ഇതാ ഖറഅ ഫഅൻസിതു, ഇമാം ഓതി തുടങ്ങിയാൽ നിങ്ങളും മിണ്ടാതിരിക്കുകയും. ഇതാ ഖാല സമിഅല്ലാഹു ലിമൻ ഹമിദ, ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഫഖൂലു, നിങ്ങൾ പറയൂ റബ്ബനാ ലക്കൽ ഹംദ്. അപ്പോൾ അതുകൊണ്ട് റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയലാണ് കൂടുതൽ സുന്നത്തിനോട് ചോദിച്ച് മനസ്സിലാവണം. ഇനി ഒരു മഅ്മൂം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാലോ പ്രശ്നമല്ല. ഇത് പ്രശ്നമല്ല, കാരണം അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഷാഫി മദ്ഹബൊക്കെ അഭിപ്രായം അതൊന്നും പ്രശ്നമില്ല. എന്നാൽ കൂടുതൽ സുന്നത്തിനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാവുന്നത് റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയലാണ്. അപ്പോൾ റബ്ബനാ ലക്കൽ ഹംദ് പറഞ്ഞാൽ നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ മുകളിൽ നിന്ന് പിന്നെ റബ്ബനാ ലക്കൽ ഹംദ് പറയണോ? വേണ്ട. പിന്നെ നമ്മൾ ആ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗം ചെല്ലിയാൽ മതി. അപ്പോൾ എന്താണ് പ്രാർത്ഥന? പല പ്രാർത്ഥന, റബ്ബനാ ലക്കൽ ഹംദു മില്ലസ് സമാവാത്തി വമില്ലൽ അർളി വമില്ല മാ ശിഅത മിൻ ഷൈഇൻ ബഅദ്, സാധാരണ ചെല്ലണം. അതേപോലെ വേറൊരു പ്രാർത്ഥന, റബ്ബനാ ലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. എവിടെ പറഞ്ഞു? പ്രാരംഭ പ്രാർത്ഥനയിൽ. അപ്പോൾ നമ്മൾ സാധാരണ നെയ്യപ്പം നിന്നാൽ രണ്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ പ്രാർത്ഥന പഠിച്ചാൽ രണ്ട് ഗുണമുണ്ട്. ഇഅ്തിദാലിലും ചെല്ലാം, ദുആൽ ഇസ്തിഫ്താഹിലും ചെല്ലാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഒരു സ്വഹാബി ഈ പ്രാർത്ഥന ഇഅ്തിദാലിൽ ചെല്ലി. അപ്പോൾ റസൂൽ പറയാം, ലഖദ് റഅയ്തു ബിൽ അംവ 30 മലക്കൻ യബ്തദിറൂനഹ, 30 ചില്ലാനം മലക്കുകളെ ഞാൻ കണ്ടു. അവർ മത്സരിച്ചു, അയ്യുഹും യക്തുബുഹ അവൽ, ഈ നന്മ ആദ്യം ആരെഴുതി വെക്കുമെന്ന വിഷയത്തിൽ അവർ മത്സരിച്ചു എന്നാണ്. അപ്പോൾ എത്ര മഹത്വം ഉണ്ട് ആലോചിച്ച്. അപ്പോൾ ഈ ദിക്ർ പഠിച്ച് ദുആൽ ഇസ്തിഫ്താഹിലും ഇഅ്തിദാലിലൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ശരി, നമുക്ക് 4 രൂപത്തിൽ പറയാം. റബ്ബനാ ലക്കൽ ഹംദ്, റബ്ബനാ വലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബനാ വലക്കൽ ഹംദ്. 4 ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ്. 4 നമുക്ക് പിന്നെ പ്രാവർത്തികമാക്കാവുന്നതാണ്. ശരി, ഇഅ്തിദാലിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? സുജൂദിലേക്ക് പോകണം. സുജൂദിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സുജൂദ് നിസ്കാരത്തിൻ്റെ റുക്കിനാണ്. അതുകൊണ്ട് സുജൂദിൽ നമുക്ക് മിസ്റ്റേക്ക് വരാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമിർതു അൻ അസ്ജുദ അലാ സബ്അത്തി അഅ്ളുമിൻ, 7 അവയവങ്ങളിലായി സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു. 7 അവയവങ്ങൾ എന്ന് പറഞ്ഞു എങ്കിലും റസൂൽ കാണിച്ചപ്പോൾ 8 എണ്ണം കാണിച്ചു. റസൂൽ ഒന്ന് ജബ്ഹ, നെറ്റി കാണിച്ചു. വ അശാറ ബിയദിഹി ലാം ഫിഹി, എന്നിട്ട് മൂക്കൊക്കെ ചൂണ്ടും ചെയ്തു. നെറ്റിന്ന് പറഞ്ഞു, മൂക്കിലേക്ക് ചൂണ്ടും ചെയ്തു. അപ്പോൾ നെറ്റിയും മൂക്കും സുജൂദിൽ തട്ടണം. യദൈൻ, 2 കൈപ്പത്തികൾ. അതേപോലെ റുക്ബത്തൈൻ, 2 കാൽമുട്ടുകൾ. അപ്പോൾ 6 വാത്തുറാഫുൽ ഖദമൈൻ, കാൽ വിരലുകളുടെ പള്ള. ഇതാണ് ഒരുപാട് ആളുകൾക്ക് തെറ്റാറുള്ള ഒരു ഭാഗം. കാൽ വിരലുകളല്ല, കാൽ വിരലുകളുടെ പള്ളയാണ്. അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും? ഓല് സുജൂദ് ചെയ്യുമ്പോൾ, മോന് പടവാ, മോൻ്റെ പേരെന്താ, എന്താണ്? യാലിൻ. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. യാലിനൊന്ന് സുജൂദ് ചെയ്യേ, ഇവലിക്കൊന്ന് കാണിച്ചു കൊടുക്കാനാണ്. കാല് ഒന്ന് ഇങ്ങനെ വെക്ക്, ഇങ്ങനെ ഇങ്ങനെ. ചില ആൾക്കാർ ഇങ്ങനെ വെക്കും. ഇത് അത്റാഫുൽ ഖദമൈൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളാണ്. അപ്പോൾ ഇത് ശരിയായോ? ഇല്ല. ഈ ചില ബിരുദന്മാരെന്ത് ചെയ്യും? ഇങ്ങനെ വെക്കും അല്ലേ? ഇത് തീരെ ശരിയല്ല. അപ്പോൾ നമ്മൾ മോന് ശരിക്കും സുജൂദ് ചെയ്യ് യാലിൻ. അത്റാഫുൽ ഖദമൈൻ ഇതാണ്. പോയിക്കോ, ബറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്?
നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് 5 വിരലുകളും ഇങ്ങനെ കുത്തിവെക്കാൻ എല്ലാവർക്കും കഴിഞ്ഞോളല്ല, ചെറുപ്പം മുതൽ ഇങ്ങനെ ശീലമായി വന്നാലേ കഴിയുള്ളൂ. നമ്മൾ കഴിയുന്ന അത്ര എന്ത് ചെയ്യുക, വിരലുകൾ നമ്മൾ കുത്തിവെക്കുക. അതുപോലെ കാലുകൾ വിടർത്തി വെക്കാൻ പാടില്ല, കാലുകൾ കൂട്ടി വെക്കണം. ശരി, സുജൂദിൽ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, കൈകൾ എവിടെ വെക്കണം. ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ മുഗ്നിയിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. യുസ്തഹബ്ബു അലാ റാഹത്തൈഹി അലൽ അർദ്, അഥവാ ഭൂമിയിൽ വക്കൽ സുന്നത്താണ്, നിലത്ത് വെക്കണം എന്നർത്ഥം. നിലത്ത് വെക്കുമ്പോൾ തന്നെ എങ്ങനെ ആയിരിക്കണം, മബ്സൂത്തത്താൻ, വിരലുകൾ ഇങ്ങനെ നിവർത്തി പിടിക്കണം. അപ്പം ഇങ്ങനെ മടക്കി വെക്കാൻ പാടില്ല. മൽമൂമത്തെ അല സ്വാബിയ ബാലുഹൈല ബാൽ, വിരലുകൾ കൂട്ടി വെക്കണം, ഇങ്ങനെ വെക്കാൻ പാടില്ല. നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ ചെയ്തില്ലേ, അതൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ മുസ്തഖ്ബിലൻ ബിഹിമ അൽ ഖിബില, ഖിബിലയിലേക്ക് നീട്ടും. ചില ആൾക്കാർ സുജൂദ് ചെയ്യുമ്പോൾ കയ്യേറിയാതെ ഇങ്ങനെ ആവാൻ പാടില്ല, ഖിബിലയിലേക്ക് ആയിരിക്കണം. അങ്ങനെ കൈകൾ എവിടെ വെക്കണം, 2 ഹദീസുകൾ കാണാൻ പറ്റും. ഒന്ന് ഇബ്നു ഹുമൈദ് റളിയല്ലാഹുവിൻ്റെ ഹദീസും, ഒന്ന് വായിൽ ഇബ്നു ഹുജറുല്ലാഹിൻ്റെ ഹദീസുമാണ്. ഒരു ഹദീസിൽ പറയുന്നത് ഹദ്വ മൻകിബൈഹി, റസൂൽ തൻ്റെ ചുമലിന് നേരെ വെച്ചു എന്നാണ്. ഒരു ഹദീസിൽ ബിഹിദാഇ ഉദുനൈഹി, റസൂൽ തൻ്റെ ചെവിക്ക് നേരെ വെച്ചു. അപ്പോൾ കൈകൾ ഇങ്ങനെ ഷോൾഡറിൻ്റെ നേരെയാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ കുറച്ചുകൂടി കയറ്റിയിട്ട് ചെവിയുടെ നേരെ വെക്കാം. അപ്പോൾ ഇങ്ങനെ നല്ലോണം താഴ്ത്തി വെക്കാൻ പാടില്ല, നല്ലോണം മുമ്പൊക്കെ വെക്കാൻ പാടില്ല. ചുമലിന് നേരെ അല്ലെങ്കിൽ ചെവിക്ക് നേരെ വെക്കാവുന്നതാണ്. ഇനി കൈകൾ മൊത്തത്തിൽ എങ്ങനെ വെക്കണം, കൈകൾ ഇങ്ങനെ വെക്കാൻ പാടില്ല, ഇങ്ങനെ പരത്തി വെക്കുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം റസൂലുള്ളാഹി പറഞ്ഞു, ഈ അഅ്തദിലു ഫി സുജൂദിൽ നിങ്ങൾ എഴുത്തിദാല് പാലിക്കണം, അതങ്ങനെ നിവർന്ന് കിടക്കണം. വലായ ബുസുത് അഹദുക്കും ദിറാഇഹി ഇംബിസാത്തുൽ കൽബ്, നായ കൈ പരത്തി വെക്കുന്നത് പോലെ നിങ്ങൾ പരത്തി വെക്കരുതേ. നായ കിടക്കുമ്പോൾ ഇങ്ങനെ വെക്കരുതേ. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്, റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ സജദ്ത, നീ സുജൂദ് ചെയ്താൽ ഫള കഫൈക വർഫഅ മിർഫഖൈക, നിൻ്റെ കഫ് കൈപ്പത്തി നീ കുത്തണം, മിർഫഖ് ഈ മുട്ടിൻ്റെ ഭാഗം നീ ഉയർത്തണം. അപ്പോൾ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഉയർത്തുക, കൈപ്പത്തി കുത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം ഉയർത്തുക, ഇത് നല്ലോണം ഉയർത്തണം. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി ഇങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ ഹത്താ യബ്ദുവ ബയാളു ഇബ്തൈഹി, പ്രവാചകൻ്റെ കക്ഷത്തിൻ്റെ വെളുപ്പ് കാണാമായിരുന്നു എന്നാണ്. അപ്പോൾ എത്ര റസൂൽ ഉയർത്തിയിട്ടുണ്ടാവും. മൈമുന റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലൗ ഷാഅത് ബഹ്മത്തുൻ അൻ തമുറ ബൈന യദൈഹി ലമറത്, റസൂൽ ഇങ്ങനെ ഉയർത്തിയാൽ സ്ഥലം ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ ജീവിക്ക് നടന്നു പോകണമെങ്കിൽ നടന്നു പോകാമായിരുന്നു. അത്രയും റസൂൽ ഇങ്ങനെ ഉയർത്തുന്നർത്ഥം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കൈകളിങ്ങനെ ചേർത്ത് വെക്കാൻ സുജൂദിൽ പാടില്ല, കഴിയുന്നത്ര നമ്മൾ എന്ത് ചെയ്യണം, വിടർത്തി വെക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ ശ്രദ്ധിക്കണം. ജമാഅത്ത് നിസ്കാരത്തിലാവുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇല്ല ആദ്യം അപ്പുറത്താളുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തെ കുറച്ച് വാശിക്കാരനാണ്, ഇജ്ജാരുടെ ഇന്ന കുത്താൻ ഒന്ന് ഞാൻ അങ്ങോട്ട് തരാം അല്ലേ, ആകെ നിസ്കാരത്തിൽ കാലമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ജമാഅത്തിൽ നമുക്ക് കഴിയുന്നത്ര, കാരണം ഇത് സുന്നത്താണ്, ഇങ്ങനെ വെക്കൽ സുന്നത്താണ്. ഒരു മുഅ്മിനിനെ ഉപദ്രവിക്കൽ എന്താ, ഹറാമാണ്. അപ്പോൾ ഒരു സുന്നത്തിന് വേണ്ടി ഒരു ഹറാം ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ നമ്മൾ കഴിയുന്നത്ര ചെയ്യുക. ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ഇമാമായി നിസ്കരിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ലോണം ഇങ്ങനെ വെക്കാവുന്നതാണ്. ശരി, അതേപോലെ നമ്മൾ വയറ് തുടയിൽ തട്ടാൻ പാടില്ല, തുട കണങ്കാലിൽ തട്ടാൻ പാടില്ല. അഥവാ അതാണ് ഇഅ്തദിലു ഫി സുജൂദിൽ നിങ്ങൾ നിവർന്ന് കിടക്കണം എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു. ഈ സുജൂദിൽ നമുക്ക് എന്തൊക്കെ ചെല്ലാം, സുബ്ഹാന റബ്ബിൽ അഅല, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർ ലി സുബ്ഹാന ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ് അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. ഇതൊക്കെ നമുക്ക് സുജൂദിൽ ചെല്ലാൻ പറ്റും. ഈ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഈ പ്രാർത്ഥന, ഇത് വളരെ നല്ല പ്രാർത്ഥന. അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ദംബി കുല്ലഹു, അല്ലാഹു എൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു തരണമേ. ദിഖഹു വജില്ലഹു, ഏറ്റവും ചെറുതും വലുതൊക്കെ പൊറുക്കണേ. അവ്വലഹു ആഖിറഹു, ആദ്യം ചെയ്തതും അവസാനം ചെയ്തതും പൊറുക്കണേ. അലാനിയത്തഹു വസിറഹു, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും പൊറുക്കണേ. കാരണം ഈ സുജൂദിൻ്റെ ഒരു പ്രത്യേകത എന്താ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറഞ്ഞു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ, ഒരടിമ അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സുജൂദിലാണ്. ഫഅക്സിറു ദുആ, അതുകൊണ്ട് നിങ്ങൾ ദുആ അധികരിപ്പിക്കൂ. ഫഖമിനുൻ അയുസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് സുജൂദിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം സുജൂദിലും തശഹുദിന് ശേഷമുള്ള സമയവും, ഈ 2 സമയവും പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ്. നമ്മൾ നല്ല പ്രാർത്ഥനകൾ ആ സമയത്ത്. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയ ഒരു അനുഭവം പിന്നെ സൂചിപ്പിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത്, അവന് വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞ് കുട്ടികളില്ല. അങ്ങനെ നല്ലൊരു സുഹൃത്താണ്, അവന് കുട്ടികളില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു, പിന്നെ ഒരു പള്ളിയിലെ ഖത്തീബായിട്ടും ഇമാമായിട്ടൊക്കെ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവന് പിന്നെ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പിന്നെ പറഞ്ഞു, ഈ ബ്ലിസ് ഹോസ്പിറ്റലുണ്ടല്ലോ, വലിയ
ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ രണ്ടാളും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു രണ്ടാൾക്കും പ്രശ്നങ്ങളുണ്ട്, കുട്ടികളുണ്ടാവില്ല. അതുമാത്രമല്ല ട്രീറ്റ്മെൻ്റ് ഇല്ല, ഒരിക്കലും കുട്ടികളുണ്ടാവില്ല. ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, വേറെ നമ്മുടെ സലഫിയായ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ പോയിട്ട് സമീപിച്ച് ഈ റിപ്പോർട്ടൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ മൂപ്പരാൾ നോക്കിയിട്ട് പറഞ്ഞു രണ്ടാൾക്കും പ്രശ്നങ്ങളുണ്ട്, ചികിത്സിക്കാനില്ല, കുട്ടികളുണ്ടാവില്ല. അപ്പോൾ മൂന്നാമത്തെ ഡോക്ടറെ കൂടി കൺസൾട്ട് ചെയ്തു. ആ ഡോക്ടറും റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു ഒരിക്കലും കുട്ടികളുണ്ടാവില്ല, ഒരു ചാൻസും ഇല്ല. അങ്ങനെ അവനോട് പറയാണ്, മെയ് മാസത്തിലാണ് അവനെ വിളിച്ചിരുന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, 2 മാസം നിരന്തരമായിട്ട് സുജൂദിലും തശഹുദിലും 5 നേരം കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ അവൻ്റെ കുട്ടിക്ക് 1 മാസം കഴിഞ്ഞു. അല്ലാഹു അക്ബർ. അപ്പോൾ അതാണ് ഈ സമയത്തിലെ പ്രാർത്ഥനകൾക്ക് വലിയ ഇജാബത്ത് ഉണ്ട് എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണല്ലോ. ശരി, അപ്പോൾ നമ്മൾ സുജൂദിലെ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുക. പിന്നെ സുജൂദിന് ശേഷം നമ്മൾ നീച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇരുത്തം അല്ലെ, സുജൂദുകൾക്കിടയിൽ ഇരുത്തം. ഈ ഇരുത്തത്തിൽ എങ്ങനെ ഇരിക്കണം? ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് സുന്നത്ത്. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇടതുകാല് ഇങ്ങനെ പരത്തി വെച്ച് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് വലതുകാല് നാട്ടി വെക്കുക. ഇതാണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. ഈ ഇരുത്തമാണ് സുന്നത്ത്. രണ്ടാമതൊരു ഇരുത്തം കൂടി സുന്നത്തുണ്ട്, അൽ ഇഖ്ആഉൽ ഖദമൈൻ എന്നാണ് അതിന് പറയുക. ഇമാം മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാണ് ഇഖ്ആഉൽ ഖദമൈൻ സുന്നത്താണ്. അതെന്താണ്? 2 കാലുകളും ഇങ്ങനെ നാട്ടി വെക്കുക, 2 കാലും നാട്ടി വെച്ചിട്ട് മടമ്പുമ്മ കയറിയിരിക്കുക. അത് സുന്നത്താണ്, അത് നമുക്ക് പറ്റും, സുന്നത്താണ്. വിരോധിച്ചൊരിരുത്തുണ്ട്, ഉഖബ ഷെയ്ത്താൻ എന്നാണ് പറയുക. വലത്തേക്കാല് വലത്തെ സൈഡിക്കും ഇടത്തേക്കാല് ഇടത്തെ സൈഡിക്കും ഇട്ട് നടുവിലണ്ടിരിക്കുക. അത് വിരോധിച്ചിരുത്താണ്, അത് ചെയ്യാൻ പാടില്ല. മറ്റ് 2 രൂപത്തിൽ നമുക്ക് ഇരിക്കാം. ഇനി അങ്ങനെ 2 രൂപത്തിൽ ഇരിക്കാൻ ഒരാൾ പ്രയാസമാണെങ്കിൽ കഴിയുന്ന പോലെ ഈ വിരോധിച്ചിരുത്തം ഒഴിവാക്കി കഴിയുന്ന പോലെ ഒരാൾക്ക് ഇരിക്കാം. അതിൽ എവിടെ കൈകൾ വെക്കണം? 2 ഹദീസുകൾ കാണാം. ഒന്ന് വവളഅ കഫഹുൽ യുംന അലാ ഫഖ്ദിഹിൽ യുംന വവളഅ കഫഹുൽ യുസ്ര അലാ ഫഖ്ദിഹിൽ യുസ്ര. റസൂലുള്ളാഹി തൻ്റെ വലത് കൈ വലത് തുടയിലും ഇടത് കൈ ഇടത് തുടയിലും വെച്ചു. നമുക്ക് ഈ തുട അറ്റത്തിങ്ങനെ കൊണ്ടുപോയിട്ട് വെക്കാം, സുന്നത്തായ ഒരു രൂപം. രണ്ടാമത്തെ ഒരു രൂപം വളഅ യദഹുൽ യുസ്ര അലാ റുക്ബത്തിഹിൽ യുസ്ര വവളഅ യദഹുൽ യുംന അലാ റുക്ബത്തിഹിൽ യുംന. ഇടത് കൈ ഇടത് കാൽമുട്ടിലും വലത് കൈ വലത് കാൽമുട്ടിലും വെച്ചു. അപ്പം ഒന്നിങ്ങനെ തുടയുടെ അറ്റത്ത് കൊണ്ടുപോയി വെക്കാം, അല്ലെങ്കിൽ കാൽമുട്ടിൽ വെക്കാം. ചില റിപ്പോർട്ടുകൾ യുൽഖിമുഹ ഇങ്ങനെ ഇടുമായിരുന്നാണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വെക്കാം. ഈ 2 രൂപവും സ്ഥിരപ്പെട്ടു വന്നാണ്. ഇനി ഇതിൽ നമുക്ക് എന്താ ചെല്ലേണ്ടത്? റബ്ബി ഗ്ഫിർലി എന്നാണ് നിർബന്ധമായിട്ടും ചെല്ലേണ്ടത്. പിന്നെ സുന്നത്തായിട്ട് വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്നൊക്കെ ചെല്ലാം. പിന്നെ നമ്മൾ പിന്നെ സുജൂദ് ചെയ്യുന്നു, 2ാമത്തെ റക്അത്തിലേക്ക് ഉയരുന്നു. പിന്നെ 2ാമത്തെ റക്അത്തിൽ ഇപ്പോൾ പറഞ്ഞൊക്കെ തന്നെ. പിന്നെ 2ാമത്തെ റക്അത്തിൽ നമുക്ക് അധികമില്ല എന്താ, തശഹുദ് അല്ലേ, തശഹുദ് നമുക്ക് അധികമുണ്ട്. തശഹുദിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തശഹുദ് നമുക്ക് 2ാമത്തെ റക്അത്തിലും വരും, 4 റക്അത്തിൽ നിസ്കാരം 3 റക്അത്തിലാണെങ്കിൽ 3ലും 4 പിന്നെ വരും. അപ്പോൾ 2ലും ഒരേ കാര്യം ശ്രദ്ധിക്കാനുള്ളത്. അതുകൊണ്ട് തശഹുദിൻ്റെ കാര്യങ്ങൾ 4ാമത്തെ റക്അത്തിൽ തശഹുദിലുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ 2ാമത്തെ റക്അത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതുവരെ ചെല്ലണം, തശഹുദിൽ ഏതുവരെ ചെല്ലണം. ഏറ്റവും സുന്നത്തിനോട് യോജിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വരെയാണ്. ഇബ്രാഹിമി സ്വലാത്ത് ചെല്ലേണ്ടതില്ല. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വരെ ചെല്ലലാണ് സുന്നത്തിനോട് യോജിച്ച് മനസ്സിലാവുന്നത്. അല്ലാഹു അലം. ശരി, പിന്നെ നമ്മൾ ഇനി അവസാന റക്അത്തിലെ തശഹുദ്. ഈ തശഹുദിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തശഹുദിൽ എപ്പോഴാണ് വിരൽ ഉയർത്തേണ്ടത്? വിരലുയർത്തണം. എപ്പോഴാണ് വിരലുയർത്തേണ്ടത്? ഇപ്പോൾ മദ്ഹബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 4 മദ്ഹബിലും 4 അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ സമസ്ത മദ്രസയിൽ പഠിച്ച ആൾക്കാർക്ക് അറിയുണ്ടാവും. ഞാനൊക്കെ 7ാം ക്ലാസ് വരെ സമസ്ത മദ്രസയിലാണ് പഠിച്ചത്. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ എന്ത് ചെയ്യണം? വിരലുയർത്തണം എന്നുള്ളതാണ്. ഇത് ഷാഫി മദ്ഹബാണ്. അപ്പോൾ ഷാഫി മദ്ഹബ് പ്രകാരം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇനി ഇത് ഇളക്കാനും പാടില്ല താഴ്ത്താനും പാടില്ല, മസീദ് അജ്ജാര് വരെ അങ്ങനെ പിടിക്കണം. മാലിക്കി മദ്ഹബ് പ്രകാരം തുടക്കത്തിൽ തന്നെ വിരലുയർത്തണം, ഇളക്കും വേണം. പക്ഷേ ഇളക്കലെങ്ങനെ? യമീനം വശിമാല, വലത്തുക്കും അടുത്തുക്കും. ഹനഫി മദ്ഹബ് പ്രകാരം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖലാസ്, ലാ ഇലാഹ പൊന്തിച്ചു, ഇല്ലല്ലയിൽ താഴ്ത്തി. ഹംബലി മദ്ഹബ് പ്രകാരം ഇസ്മുൽ ജലാലകൾ വരുമ്പോൾ ഉയർത്തണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഇസ്മുൽ അല്ലാഹ് വരും. സുന്നത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇദാ ജലസ ഫി തശഹുദി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദിൽ ഇരുന്ന് കഴിഞ്ഞാൽ വിരലുയർത്തുമായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ തശഹുദിൽ ഇരുന്നാൽ തന്നെ എന്ത് ചെയ്യണം? വിരലുയർത്തലാണ് സുന്നത്ത്. ഈ വിരലിഞ്ഞ് ഇളക്കലോ ഹദീസിൽ കാണാം,
യുഹരിക്കുഹാ വയദ്ഉ ബിഹാ, റസൂൽ ഇളക്കുമായിരുന്നു, അതുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഒരാൾ ഇളക്കിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇളക്കൽ എന്താണ്? സുന്നത്താണ്. ഇനി യദ്ഉ ബിഹാ, അതുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ അതെന്താണ്? അപ്പോൾ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയിലേക്ക് പറഞ്ഞു, പ്രാർത്ഥനയുടെ സന്ദർഭങ്ങളിൽ ഇളക്കണം. ഏതാ പ്രാർത്ഥന സന്ദർഭങ്ങൾ? തശഹുദിൽ 2 എണ്ണം വരും. അസ്സലാമു അലൈക അയ്യുഹൻ നബി റഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇബ്രാഹിം സ്വലാത്തിൽ 2 എണ്ണം വരും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അവസാന പ്രാർത്ഥനയിൽ അവസാനം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. അപ്പോൾ 8 എണ്ണം. ഇനി ചിലപ്പോൾ ഇതെല്ലാവർക്കും ഇങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കൽ പ്രയാസമില്ല. അപ്പോൾ പണ്ഡിതന്മാർ ഇപ്പോൾ സുലൈമാൻ റഹീൽ അഫ്ളൊക്കെ പറഞ്ഞ പ്രകാരം തശഹൂദും ഇബ്രാഹിം സ്വലാത്തും ഒക്കെ ദുആ ആണ്, ഒക്കെ ദുആ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇടക്കിടക്ക് എന്ത് ചെയ്താൽ മതി? മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, പ്രശ്നമില്ല. സുന്നത്തിനോട് അത് യോജിച്ച് വരും. ഇടക്കിടക്ക് മെല്ലെ എന്ത് ചെയ്യുക? ഇളക്കി കൊടുക്കുക. ശരി, നമ്മൾ ഏത് വരെ ചെല്ലണം? ഇബ്രാഹിമി സ്വലാത്ത് വരെയാണ് നിർബന്ധം. റുക്കിന് ഇബ്രാഹിമി സ്വലാത്ത് വരെയാണ്. പിന്നെ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു മാ അഖർതു മാ അസ്റർതു മാ അലൻതു, അത് റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്ന പ്രാർത്ഥന, അത് സുന്നത്താണ്. അതുവഴി സുന്നത്താണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതന്നെ ചെല്ലുന്നില്ല, ഏതും ചെല്ലാം. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആ ആണ്, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ദുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. നല്ല ദുആ ആണ്, ഇസ്തിഗ്ഫാറാണ്. ഇത് എപ്പോൾ ചെല്ലാൻ പഠിപ്പിച്ചു കൊടുത്തതാ? തശഹുദിന് ശേഷം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത ദുആ ആണ്, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. ഇത് സാധാരണ ആൾക്കാർ എപ്പോഴില്ല? നിസ്കാരത്തിന് ശേഷം അല്ല, ഇത് നിസ്കാരത്തിന് മുമ്പ്, സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് ചെല്ലേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏതും നല്ല ദിക്റുകളും ദുആകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആ സമയത്ത് ചെല്ലാൻ പാടില്ല. ആ സമയത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തിന് സാധ്യത കൂടുതലാണ്. ശരി, അങ്ങനെ നമ്മൾ ഇബ്രാഹിം സ്വലാത്തൊക്കെ ചെല്ലി ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നു. നമ്മൾ വിരൽ ഉയർത്തല്ലോ, വിരൽ ഉയർത്തുമ്പോൾ എങ്ങനെയാണ് കൈകൾ പിടിക്കേണ്ടത്? വ്യത്യസ്ത രൂപങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊരു രൂപം, ഈ ഇപ്പോൾ അറബിയിൽ ഓരോ വിരലിനും ഓരോ പേരാ. ഇത് ഹിൻസർ, ഇത് ബിൻസർ, ഇത് വുസ്ത, ഇത് സബ്ബാഹ, ഇത് ഇബ്ഹാം. ഹിൻസർ, ബിൻസർ, ഇത് ചെറിയ വിരലും മോതിര വിരലും, ഇത് രണ്ടും ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഈ വുസ്ത, ഇത് നടുവിരൽ, ഇതിങ്ങനെ ഇബ്ഹാം തള്ളവിരലിലേക്ക് ചേർക്കുക. അപ്പം ഇങ്ങനെ വട്ടക്കണ്ണിയായില്ലേ. എന്നിട്ട് സബ്ബാഹ അല്ലെങ്കിൽ സബ്ബാബ, രണ്ടും പറയാം. സബ്ബാബ പറഞ്ഞാൽ, സബ്ബ് പറഞ്ഞാൽ എന്താ? ചീത്ത പറയാം. നമ്മൾ ചീത്ത അറിയുമ്പോൾ എങ്ങനെ പറയാം? നല്ലോണം നോയിക്കോളിട്ടാർ, അല്ലെ ഈ വരലോണ്ട ചീത്തര, അതുകൊണ്ട് അതിന് സബ്ബാബ. അപ്പോൾ ഇതിങ്ങനെ വെക്കുക. അപ്പം ഇങ്ങനെ വട്ടക്കണ്ണി ആക്കിയിട്ട് ഇങ്ങനെ വെക്കുക. ഇതാണ് ഒരു രൂപം, സുന്നത്തായ ഒരു രൂപം. രണ്ടാമത്തെ രൂപം, ഈ ഹിൻസറും ബിൻസറും ഉസ്തയും നടുവരലും, ഈ ചെറിയ വരലും മോതിര വരലും നടുവരലും മൂന്നും ഇങ്ങനെ മടക്കുക. തള്ളവരലും അതിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. ഇത് രണ്ടും സ്ഥിരപ്പെട്ടു വന്ന രൂപങ്ങളാണ്. വേറെയും രൂപങ്ങൾ വന്നിട്ടുണ്ട്, അല്ലാഹു അലം. ശരി, ഇനി നമ്മളങ്ങനെ വെച്ചത്, ഇനി നമ്മൾ സലാം വീട്ടാണ്, നിസ്കാരം അവസാനിപ്പിക്കാൻ പോകണം. അപ്പോൾ സലാം വീട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ഡിതന്മാർ പറഞ്ഞത് പ്രകാരം വിരൽ താഴ്ത്തിയിട്ടാണ് സലാം വീട്ടാൻ ആരംഭിക്കേണ്ടത്. വിരൽ എന്ത് ചെയ്യുക? നമ്മൾ ഇന്ന മസീഹു ദജ്ജാൽ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും, അങ്ങനെയാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. ഇനി സലാം വീട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സലാം വീട്ടുമ്പോൾ നമ്മൾ തിരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്യും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും ഇങ്ങനെ ഒന്ന് മുറിക്കും. ഈ മുറിക്കൽ ശരിയല്ല, ഇതിന് യാതൊരു അസുലുമില്ല, അത് ചെയ്യാൻ പാടില്ല, തെറ്റാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തൊന്ന്, സലാം വീട്ടുമ്പോൾ എപ്പോൾ തിരിയണം. അതിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയിലേക്ക് പറഞ്ഞത് പ്രകാരം അസ്സലാമു എന്ന അലിഫ് അത് തുടങ്ങുമ്പോൾ തിരിയാൻ തുടങ്ങണം, വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞോടുകൂടി അവസാനിപ്പിക്കണം. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മനസ്സിലായോ? വേറെയും അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ പാടെ പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആവശ്യമായിട്ടാണോ ഒന്ന് മാത്രം പറയുന്നത്, അല്ലാഹു അലം. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സലാം വീട്ടുമ്പോൾ ചെലുക്കാൻ എങ്ങനെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ട് കഴിഞ്ഞാൽ ബയാലു ഖദ്ദിഹി, റസൂലിൻ്റെ ഈ കവിളിൻ്റെ ഈ വെളുപ്പ് ഇങ്ങനെ പിന്നിലൊരുക്ക് കാണാമായിരുന്നു എന്നാണ്. അപ്പോൾ റസൂൽ നല്ലോ എന്ത് ചെയ്യും? തിരിയും. അപ്പോൾ നല്ലോ തിരിയുന്ന പറഞ്ഞാൽ നമ്മളിങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അജ്ജൊക്കെ വന്നിക്കണു അല്ലേ, നമ്മൾ പിന്നിലൊക്കെ നോക്കി
അതെന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കുറച്ച് നല്ലോണം എന്ത് ചെയ്യുക, നമ്മൾ തിരിയുക. അതുപോലെ ശ്രദ്ധിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2 സലാം വീട്ടലുകൾ റുക്കിനാണ്. ഹംബലി മതബ് പ്രകാരം 2 സലാം വീട്ടലുകൾ റുക്കിനാണ്. വേറെ മതബുകളിൽ 1 സലാം വീട്ടലുള്ളൂ, പക്ഷേ 2 സലാം വീട്ടലുകൾ റുക്കിനായിട്ടാണ് കൂടുതൽ ശരിയായി മനസ്സിലാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമാം 2 സലാമും വീട്ടിൽ കഴിഞ്ഞാലേ ഇമാമിൻ്റെ നിസ്കാരം കഴിയുള്ളൂ. മസ്ബൂക്കായി വന്ന ആൾക്കാരുണ്ടാവും, ഉറക്കത് 2 റക്അത്തൊക്കെ കിട്ടാത്തവർ, ഇവരെന്ത് കാട്ടും, ഇമാം 1 സലാം വീട്ടുമ്പോഴേക്കിന് ഇവർ നീക്കും, കഴിഞ്ഞു പോയ നിസ്കാരം. അപ്പോൾ ഇവർ ശരിക്കും എന്താ കാട്ടണ്, ഇമാമിനെ പകുതിയിൽ വെച്ച് മുറിച്ചു, എന്നിട്ട് ഇവർ നീച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പം ഇമാം 2 സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ നീക്കാൻ പറ്റും. നമ്മൾ സലാം വീട്ടാൻ മഅ്മൂം സലാം വീട്ടാൻ തുടങ്ങേണ്ടതും എപ്പോൾ തന്നെയാണ്, ഇമാം സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷമാണ്. ഇമാം സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സലാം വീട്ടാൻ ആരംഭിക്കുക, അതാണ് അഫ്ളൽ, ഉത്തമം. അതുപോലെ സലാം വീട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സലാം വീട്ടൽ എങ്ങനെയാണ്? 3 രൂപങ്ങൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്ന് നമ്മൾ സാധാരണ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഇതാണ് സാധാരണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. അതുകൊണ്ട് പതിവായിട്ട് നമ്മൾ ചെയ്യേണ്ട ഇത് തന്നെയാണ്. എന്നാൽ ചില റിപ്പോർട്ടുകളിൽ സ്വഹീഹായി വന്ന പ്രകാരം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, വലത്തെ ഭാഗത്തേക്ക് ലൈലി വബറകാതുഹു എന്നുള്ളത് അധികരിപ്പിച്ചു. അത് സ്വഹീഹായി വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ ഇത് പ്രാവർത്തിയാക്കുക. കാരണം ഇതൊക്കെ ആൾക്കാരുടെ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുന്നനും മഹ്ജൂറകൾ, ആൾക്കാർക്ക് അറിയാതെ ആൾക്കാരുടെ നിന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സുന്നത്തുകളാണ്. അപ്പോൾ അത്തരം സുന്നത്തുകൾ നമ്മൾ ജീവിപ്പിക്കുക അതിൻ്റെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കും നമ്മൾ ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെ സുന്നത്തെ നമ്മൾ പ്രാവർത്തികമാക്കാം. ശരി, ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മഅ്മൂമായി നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ കൂടെ 4 അവസ്ഥകൾ നമുക്കുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഇമാമിനെ മുൻകടക്കും. ഇമാമിൻ്റെ കൂടെ സബക്ക് ഉണ്ടാവും, ഖൽഫ് ഉണ്ടാവും, മുവാഫക്കത്ത് ഉണ്ടാവും, മുത്താബഅത്ത് ഉണ്ടാവും. സബക്ക് പറഞ്ഞാൽ ഇമാമിനെ മുന്തുക. ഇമാം റുക്കൂക്ക് പോണതിന് മുമ്പേ നമ്മൾ റുക്കൂക്കെത്തി, ഇമാം സുജൂദ് പോണതിന് മുമ്പേ നമ്മൾ സുജൂദ്ക്കെത്തി. ഇത് മനഃപൂർവ്വം, പണ്ഡിതന്മാർ പറഞ്ഞു, മനഃപൂർവ്വം ഒരാൾ ഇമാമിനെ ഒരു റുക്കിന് മുന്തിയാൽ തന്നെയും ഓൻ്റെ റക്അത്ത് ബാത്തിലായി. റക്അത്ത് പിന്നെ തിരിച്ചുകൊണ്ട് വന്നിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ അതുകൊണ്ട് ഇമാമിനെ മുന്താൻ പറ്റില്ല. റസൂൽ പറഞ്ഞു ലാ തസ്ജുദു ഹത്ത യസ്ജുദ, ഇമാം സുജൂദിനെ വരെ നിങ്ങൾ സുജൂദിയല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അമാ യഖ്ഷ അഹദുക്കും ഇദാ റഫഅ, പിന്നെ നിങ്ങളൊരാൾ ഭയപ്പെടുന്നില്ല അഥവാ അവൻ്റെ തല അവൻ ഇമാം ഉയർത്തുന്നതിൻ്റെ മുമ്പ് റുക്കൂയിൽ നിന്ന് ഉയർത്തിയാൽ അയ്യജ് അല സൂറത്തഹു സൂറത്തൽ ഹിമാർ, ഓൻ്റെ രൂപം അള്ളാഹു കഴുതയുടെ രൂപം പോലെ ആക്കുന്നതാണ്. നഅൂദുബില്ലാഹ്. അപ്പോൾ ശക്തമായ താക്കീതാണ്. അതേപോലെ രണ്ടാമത്തൊന്ന് ഖൽഫ്, ഇമാമിനെ പിന്തുക. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുക, ഇമാമ് റുക്കൂയിലാണ്, നമ്മളിങ്ങനെ ഫാത്തിഹ ഓതിക്കുകയാണ്, ഇമാമ് ഈത്തിദാലിലേക്ക് വരുന്നതിൻ്റെ മുമ്പേ നമ്മൾ ഇമാമിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമ്മളെ റക്അത്ത് ബാത്തിലാവും. ഒരു റുക്കിൻ മനഃപൂർവ്വം ഇമാമിനെ പിന്താനും പാടില്ല. ചില പണ്ഡിതന്മാരെ അഭിപ്രായപ്രകാരം 2 റുക്കിനാണ്, എന്നാലും 3 റുക്കിനാണ് സൂക്ഷ്മത നല്ലത്. മൂന്നാമത്തെ ഒന്ന് മുവാഫക്കത്ത്, ഇമാമിൻ്റെ കൂടെ ചെയ്യാം. ഇമാം സുജൂദ് ചെയ്യുമ്പോൾ അപ്പം തന്നെ, ഇമാം റുക്കൂ ചെയ്യുമ്പോൾ അപ്പം തന്നെ ഒപ്പം ചെയ്യാം. ഇത് പ്രശ്നമല്ല, പക്ഷെ കറാഹത്താണ്. ഇത് ചെയ്യാൻ പാടില്ല, ഇത് കറാഹത്താണ്. നാലാമത്തൊന്ന് മുത്താബഅത്ത്, ഇമാമിനെ ഫോളോ ചെയ്യാം. റസൂലുള്ളാഹി പറഞ്ഞു ഇന്നമാ ജുഇലൽ ഇമാമു ലിയുത്തമ ബിഹി, ഫോളോ ആണ് ചെയ്യേണ്ടത്. അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, റസൂലുള്ളാഹി ചെന്ന് തൻ്റെ നെറ്റി സുജൂദിൽ വെച്ചാൽ ഞങ്ങൾ ഇതാൽ നിന്ന് മുതുക് വളക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇമാം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യാം, ഇമാമിനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. ഇതാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. അല്ലാഹു അലം. ഇനി നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ അറിയുന്നതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. വുളൂഇനെ കുറിച്ച് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം വുളൂ ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം സ്വീകരിക്കുകയില്ല. അപ്പോൾ വുളൂ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എത്ര ഉള്ളൂ. ആദ്യം നമ്മൾ നിയ്യത്ത് വെക്കുക. അപ്പോൾ നിയ്യത്ത് എറിയുമ്പോൾ നാവുകൊണ്ട് ഇങ്ങനെ ഞാനിതാ വുളൂഇൻ്റെ ഫർളിനെ വീട്ടുന്നു ആണോ? അല്ല, മനസ്സിൽ നമ്മൾ വിചാരിക്കുക. എന്നിട്ട് ബിസ്മില്ലാഹ് എന്ന് ചൊല്ലുക. അത് വുളൂഇൻ്റെ വാജിബാണ്. ബിസ്മില്ല ചൊല്ലുന്നു. എന്നിട്ട് നമ്മൾ കൈകൾ കഴുകാൻ തുടങ്ങുന്നു. അപ്പോൾ കൈകൾ കഴുകുന്നു. കൈകൾ കഴുകൽ എന്താണ്? സുന്നത്താണ്. കൈകൾ കഴുകൽ സുന്നത്താണ്, പക്ഷേ കൈകൾ കഴുകുക 3 പ്രാവശ്യം. അതിനുശേഷം വായിൽ വെള്ളം കൊപ്പിളിക്കുന്നു. വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. വലത് കൈ കൊണ്ട് കയറ്റുന്നു, ഇടത് കൈ കൊണ്ട് ചീറ്റുന്നു. 3 തവണ അത് ചെയ്യണം. ചില ആൾക്കാർ വിചാരിച്ചു കൈ കഴുകൽ സുന്നത്ത് പോലെ തന്നെ വായിൽ വെള്ളം കയറ്റൽ അല്ലെങ്കിൽ മൂക്കിൽ വെള്ളം ഇതും തന്നെയാണ് സുന്നത്ത്. അല്ല, ഇത് നിർബന്ധമാണ്. മുഖം കഴുകാൻ നിലയിലാണ് വായിൽ വെള്ളം കൊപ്പിക്കലും മൂക്കിൽ വെള്ളം ചീറ്റലും വരിക. അതുകൊണ്ട് അത് ഒഴിവാക്കിയാൽ വുളൂ ബാത്തിലാവും. അത് കഴിഞ്ഞാൽ
അത് 3 പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? മുഖം കഴുകുക. മുഖത്തിൻ്റെ പരിധി എന്ന് പറയുമ്പോൾ ഒരാളുടെ നെറ്റി അവസാനിക്കുന്ന അഥവാ മുടി തുടങ്ങണ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മുതൽ ആരംഭിക്കും. അപ്പോൾ ചില ആൾക്കാർ കഷണ്ടിയൊക്കെ ഇവിടുന്നേക്കെ മുടി തുടങ്ങുക. അപ്പോൾ എന്താ കാട്ടുക? പ്രശ്നമില്ല. സാധാരണ ഒരു മനുഷ്യനെ എവിടെ നിന്നാണോ മുടി തുടങ്ങുക അവിടെ മുതൽ പരിഗണിക്കുക. ഏതുവരെ? ഈ താടിയുടെ ഈ ഭാഗമല്ലേ അടിഭാഗം, അതുവരെ. അതേപോലെ ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ, ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ ഭാഗം ഫുൾ. അപ്പോൾ ചില ആൾക്കാരിങ്ങനെ പറ്റുമോ? ഇല്ല, ഈ ഭാഗം ഫുള്ള് നനയണം. ഇനി താടിയുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, നല്ല തിക്കുള്ള താടിയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരിങ്ങനെ താടി കൂടെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. നേരെ മറിച്ച് ഹഫീഫായ ലഘുവായ താടി, പിന്നെ പോലത്തെ ചെറിയ താടിയാണെങ്കിൽ എന്ത് ചെയ്യണം? ഉള്ളിൽ കൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് നല്ലോണം ദൽക്ക് ചെയ്യണം. ശരി, മുഖം കഴുകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ കഴുകണം. കൈ കഴുകുമ്പോൾ ഏതുവരെ? മുട്ട് വരെ കൈകൾ കഴുകണം. അപ്പോൾ നല്ല ശ്രദ്ധിക്കണം, ഇങ്ങനെ കഴുകിയാലും മുട്ട് നനയില്ല അല്ലേ? നമ്മൾ നല്ല അരച്ച് കഴുകണം. 3 പ്രാവശ്യം വലത് കൈയും ഇടത് കൈയും. അതിനുശേഷം തല തടവണം. തല തടവുക എന്ന് പറയുമ്പോൾ എങ്ങനെ തല തടവണം? നമ്മുടെ മുഖദ്ദമുർ റഅ്സ് മുതൽ ഈ പെരടി വരെ കൊണ്ടുപോവുക. അവിടുന്ന് അതേപോലെ തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരിക. 1 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം ചെവി 1 പ്രാവശ്യം ഉള്ളും പുറവും തടവുക. അതിനുശേഷം വലത് കാല് 3 പ്രാവശ്യം ഞെരിയാണി വരെ, ഇടത് കാല് 3 പ്രാവശ്യം ഞെരിയാണി വരെ. അതിനുശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി അല്ലാഹുമ്മ ജഅൽനി മിനൽ തൗബിൻ വജഅൽനി മിനൽ മുത്തഖിൻ എന്ന ദുആ കൂടി ചൊല്ലിയാൽ വുളു പൂർണ്ണമാവും. അല്ലാഹു അഅലം. അതിൽ 2 രൂപങ്ങളിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ അല്ലാഹു അഅലം ഒന്നുകൂടി നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒന്ന്, ആ നില്ലോടുത്ത് മദ്ദുൽ ബദലാണ്. മദ്ദുൽ ബദൽ അവിടെ 2 ഹർക്കത്ത് വരെ നീട്ടുക. മീൻ നില്ലോടുത്ത് ഒരു 4, 5, 6 ഹർക്കത്ത് വരെ നീട്ടാം. അപ്പോൾ അവിടെ മദ്ദുൽ ആരിളാണ്. അപ്പോൾ ആമീൻ ആമീൻ, അതാണ് അതിൽ ശരിയായ ഒരു രൂപം. അല്ലാഹു അഅലം. അങ്ങനെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ട് അലിഫും നീട്ടുക. അപ്പോൾ എങ്ങനെ? ആമീൻ, അങ്ങനെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അഅലം. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മീമിന് ശബ്ദ കൊടുക്കുക. മീമിന് ശബ്ദ, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി സിഫത്ത് സ്വലാത്തിൽ അത് നല്ലോണം ചർച്ച ചെയ്യുന്നുണ്ട്. മീമിന് ശബ്ദ കൊടുത്ത് ആമീൻ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു മുസ്തജിബ് ലനാ, അള്ളാഹ് ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ എന്നാണ്. ആമീൻ എന്ന് പറഞ്ഞാൽ ഖാസിദീൻ എന്നാണ് അർത്ഥം, അഥവാ ഉദ്ദേശിക്കുന്നവർ. അപ്പം അത് മനുഷ്യനോടുള്ള കലാമായി. നിസ്കാരത്തിൽ മനുഷ്യന്മാരുടെ കലാം നിസ്കാരത്തിനെ ബാത്തിലാക്കും, സ്വഹത്തിനെ തന്നെ ബാധിക്കും. അപ്പോൾ ശബ്ദ കൊടുക്കാൻ പാടില്ല. അതറിയാതെ ശബ്ദ വരും ചിലപ്പോൾ നീട്ടുമ്പോൾ. ആമീൻ, അത് നമ്മൾ ശ്രദ്ധിക്കണേ, ചെയ്യാൻ പാടില്ല. ആമീൻ, മീമിന് ശബ്ദ വരാൻ പാടില്ല. അല്ലാഹു അഅലം. ഒരു മിനിറ്റ്, ഇവിടെ ഒരാൾ ചോദിച്ചാൽ മതി. മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെന്നില്ല. ഇതിൽ പണ്ഡിതന്മാർ പറഞ്ഞത് അറബിയിലാണ് പ്രാർത്ഥിക്കേണ്ടത്. അറബിയിൽ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഒരു സംശയമില്ല. നിസ്കാരത്തിൽ അറബിയിൽ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്, സുന്നത്താണെങ്കിലും ഫർളാണെങ്കിലും. ഇനി ഒരാൾക്ക് അറബി അറിയില്ല, അറബിയിൽ അയാൾക്ക് പ്രാർത്ഥിക്കാൻ കുറേ ആഗ്രഹമുണ്ട്, പക്ഷേ അയാൾക്ക് പ്രാർത്ഥിക്കാൻ അറിയൂല. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? അയാൾ അറബി പഠിക്കണം. അറബി പ്രാർത്ഥനകൾ അയാൾ ഒരാളടുത്ത് പോയിട്ട് എഴുതിയെടുത്തിട്ട് എങ്ങനെയും ചോദിച്ച് മനസ്സിലാക്കിയ വേർഡ്സ് അയാൾ ഇരുന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇനി ഒരാൾക്ക് ഒരു നിലക്കും കഴിയണില്ല, ഇയാൾ തല കുത്തിയിരുന്ന് പഠിച്ചു മറിച്ച് എന്ത് ചെയ്തിട്ടും ഇയാൾക്ക് എന്ത് ചെയ്യുന്നില്ല? അറബി ഇയാൾക്ക് വയ്ക്കണില്ല, മനസ്സിലാവണില്ല, പഠിക്കണില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ മാത്രം അവന് സുജൂദിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇളവ് നൽകിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇമാം നബി റഹ്മത്തുള്ളാഹിയിലേക്ക് ആ വിഷയം സംസാരിച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് എപ്പോൾ മാത്രമാണ്? ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ പഠിക്കാനും കഴിയണില്ല, എങ്ങനെ ചെയ്തിട്ടും കഴിയണില്ല എങ്കിൽ മാത്രം പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അല്ലാഹു അഅലം. നിസ്കാരത്തിൽ ദുആകളും ദിക്റുകളും ഖിറാഅത്തും, അത് നിസ്കാരത്തിൽ മാത്രമല്ല എപ്പോഴും ദുആഉം ദിക്റും ഖിറാഅത്തും ചുണ്ടനക്കിയിട്ട് തന്നെ പറയണം. മനസ്സിൽ ദുആ ഇല്ല, മനസ്സിൽ ദിക്റില്ല, മനസ്സിൽ ഖുർആനോത്തില്ല. ചില ആൾക്കാർ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് എന്താ ഓതുകയാണ് അറിയും. ഇല്ല, തദബ്ബുർ ചെയ്യുക, മനസ്സിൽ തദബ്ബുർ ചെയ്യുക, ആലോചിച്ച് ഖുർആനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് ആയത്തുകൾ ഇങ്ങനെ ആലോചിച്ചിട്ട് അല്ലാഹുവിനെ കുറിച്ച്. പക്ഷേ ഓത്ത് ഇല്ല, ഓത്ത് ചുണ്ടുകൊണ്ട്. അപ്പോൾ നിസ്കാരത്തിലും ഇത് തന്നെയാണ്, ചുണ്ടനക്കിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദുആവും ദിക്റും ഒക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഉസ്താദിൻ്റെ അടുത്ത് എന്നിട്ട് നമ്മൾ ഉസ്താദിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ അറബി നിങ്ങൾ എഴുതിത്തരും ചോദിച്ചാൽ എഴുതിത്തരാവും. 1-2 ദിവസം ഇരുന്ന് പഠിച്ചാൽ നമുക്ക് പഠിയാലേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അറബിയിൽ തന്നെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അല്ലാഹു അഅലം. അല്ലല്ല, 14 റുക്കനുകൾ വേറെ വേറെയാണ്. 14 റുക്കൻ
ഒന്ന് അൽഖിയാം, നൃത്തം, കഴിവുള്ളവൻ നിൽക്കുക. റസൂലുള്ളാഹി പറഞ്ഞു സൊല്ലി ഖായിമ, നീ നിന്ന് നിസ്കരിക്കുക. 2 തക്ബീറത്തുൽ ഇഹ്റാം. 3 സൂറത്തുൽ ഫാത്തിഹ. 4 റുക്കൂ. 5 റഫ്ഉ മിൻഹു വൽ ഇഅ്തിദാൽ, റുക്കൂന്ന് ഉയർന്നിട്ട് ഇഅ്തിദാലിൽ നിൽക്കുക. 6 പിന്നെ അസ്സുജൂദ്. 7 ജിൽസത്തുൻ ബൈന സജ്ദതൈനി, 2 സുജൂദുകൾക്കിടയിലെ ഇരുത്തം. 8 പിന്നെ റഫ്ഉ മിൻഹു, അഥവാ സുജൂദിന്ന് ഉയരലുണ്ട്, സുജൂദിന്ന് ഉയരൽ എന്നിട്ട് ഇരുത്തം. 2ഉം 2ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 9 പിന്നെ അത്തഷഹുദുൽ അഖീറ, അവസാനത്തെ തഷഹുദ്. ആയത്തെ തഷഹുദില്ല. ഇപ്പം 3 റക്അത്ത് 4 റക്അത്ത് നിസ്കാരമെങ്കിൽ 2ാമത്തെ റക്അത്ത് തഷഹുദില്ല, അതില്ല, അത് വാജിബാണ്. അവസാനത്തെ തഷഹുദ്. തഷഹുദ് പറയുമ്പോൾ അഷ്ഹദു അന്ന റസൂലുള്ളാഹി വരല ചെല്ലല്. അതേപോലെ അൽ ജിൽസത്തുൽ തഷഹുദിൽ അഖീറ, അവസാനത്തെ തഷഹുദിന് വേണ്ടി ഇരിക്കുക. അതേപോലെ സ്വലാത്തു ഇബ്രാഹിമി സ്വലാത്ത്. അതേപോലെ അത്മഇനീന, ശാന്തത, ഓരോന്നിലും അടങ്ങി പറക്കുക. ചില ആൾക്കാർ നിസ്കരിക്കുമ്പോൾ എങ്ങനെയൊക്കെ എക്സസൈസ് ആക്കണം, റുക്കുക്ക് പോയി അപ്പം തന്നെ പൊന്തി, അപ്പം തന്നെ സുജൂദ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ശാന്തത. 13 തർത്തീബ്, ഓരോന്നിൻ്റെ ഇടയിലും തർത്തീബ് വേണം. ആദ്യം സുജൂദ് ചെയ്തു പിന്നെ റുക്കൂ, അങ്ങനെ പാടില്ല, ക്രമപ്രകാരം ചെയ്യുക. 14 തസ്ലീമത്താൻ, 2 സലാം വീട്ടലുകൾ. അപ്പോൾ ഈ 14 റുക്കനുകൾ. അല്ലാഹു അലം. 1 മിനിറ്റ്, മൂപ്പരാൾ 2-3 മഅ്മൂമിന് ഫാത്തിഹ ഓതൽ നിർബന്ധമുണ്ടോ? നിങ്ങൾ ഇരിക്കെ. പിന്നെ അത് വിശാലമായ ഒരു ചർച്ചയാണ്, ചൂടേറിയൊരു ചർച്ചയാണ്. അതിൽ പിന്നെ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. 3 അഭിപ്രായങ്ങളാണ് ആ വിഷയത്തിൽ നിലവിലുള്ളത്. 3 അഭിപ്രായങ്ങൾ. ഒന്ന്, ഇപ്പോൾ ജഹ്റായ നിസ്കാരമുണ്ട്, സിർരിയായ നിസ്കാരമുണ്ട്. അഥവാ പരസ്യ നിസ്കാരം എന്ന് പറയുമ്പോൾ സുബഹും മഗ്രിബും ഇശാവും, രഹസ്യ നിസ്കാരം എന്ന് പറയുമ്പോൾ ളുഹറും അസ്റും. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഈ 5 വഖത്തിലും മഅ്മൂം ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. 5 വഖത്തിലും മഅ്മൂം ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഇതാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഉമർ റളിയല്ലാഹു അൻഹു, അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ സ്വീകരിച്ച അഭിപ്രായം ഈ അഭിപ്രായമാണ്. എന്താണ് അവർക്കതിന് തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബി ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തോന് നിസ്കാരമില്ല. അപ്പോൾ മഅ്മൂമും ഇമാമിനൊക്കെ അത് ബാധകമാണ്, അതുകൊണ്ട് ഫാത്തിഹ ഓതണം. രണ്ടാമത്തെ ഒരു തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലാ സ്വലാത്തൻ ലം യഖ്റ ഫിഹാ ബി ഉമ്മിൽ ഖുർആൻ ഫഹിയ ഹിദാജ്, ഒരാൾ നിസ്കരിച്ചു അതിൽ ഫാത്തിഹ ഓതിയില്ല എങ്കിൽ നിസ്കാരം അപൂർണമാണ്. റസൂൽ 3 പ്രാവശ്യം പറഞ്ഞു നിസ്കാരം അപൂർണമാണ്. അപ്പോൾ ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞു കൊടുക്കുന്നത് താബീങ്ങൾക്ക്. അപ്പോൾ താബീങ്ങളിൽപ്പെട്ട ഒരാൾ ചോദിക്കുകയാണ്, ഇന്നാ നകൂനു വറാ അൽ ഇമാം, അതിന് ഞങ്ങൾ ഇമാമിൻ്റെ പിന്നിലല്ലേ, പിന്നെ ഞങ്ങൾ എങ്ങനെ ഓതുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഇഖ്റ ബിഹാ ഫീ നഫ്സിക്, നഫ്സിൽ മെല്ലെ ഓതിക്കോ എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ ഹദീസുകളൊക്കെ മുന്നിൽ വെച്ച്, വേറെ ഹദീസുകളുണ്ട്, ഈ ഹദീസുകൾ മുന്നിൽ വെച്ച് ഈ പറഞ്ഞ ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു 5 വഖത്തിലും മഅ്മൂം ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. രണ്ടാമത്തെ ഒരു അഭിപ്രായം, 5 വഖത്തിലും മഅ്മൂം ഓതണ്ട, ഒന്നിലും ഓതണ്ട, മഅ്മൂം വെറുതെ നിന്നാൽ മതി. ഇതാണ് ഹനഫി മദ്ഹബ് പ്രകാരമൊക്കെ. അതേപോലെ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പോലത്തെ പല സ്വഹാബാക്കളും സ്വീകരിച്ച അഭിപ്രായം ഈ അഭിപ്രായമാണ്. അപ്പോൾ അതിനെന്താണ് അവർക്ക് തെളിവ്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലാ ഖൽഫൽ ഇമാമി, ഒരാൾ ഇമാമിൻ്റെ പിന്നിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഫഇന്നൽ ഖിറാഅത്തൽ ഇമാമി ലഹു ഖിറാഅ, ഇമാമിൻ്റെ ഖിറാഅത്ത് ഓൻ്റെ കൂടിയാണ്. ഓൻ്റെ ഖിറാഅത്ത് ആരെ ഏറ്റെടുത്തു? ഇമാം ഏറ്റെടുത്തു. അതുകൊണ്ട് ഓഞ്ഞ് ഓതേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ അഭിപ്രായം ശരിയല്ല, ഇത് മർജൂഹാണ്, ഇത് ശരിയായ അഭിപ്രായം അല്ല. അല്ലാഹു അലം. ഇനി അപ്പോൾ ഒന്നാമത് പറഞ്ഞ അഭിപ്രായം അത് സ്ട്രോങ് തെളിവുകളുണ്ടത്. ഇനി മൂന്നാമത്തെ അഭിപ്രായം, രഹസ്യമായ നിസ്കാരങ്ങളിൽ, അഥവാ ളുഹറിലും അസ്റിലും നമ്മൾ ഇമാമിൻ്റെ ഒത്ത് കേൾക്കണില്ലല്ലോ, അതുകൊണ്ട് അതിൽ നമ്മൾ ഓതണം. ഈ രഹസ്യമായത് മാത്രമല്ല, പരസ്യമായതിൽ തന്നെ പക്ഷേ ഇമാമിൻ്റെ കേൾക്കണില്ല. അപ്പോൾ ഒരു സമ്മേളനമാണ്, നമ്മൾ കുറേ പിന്നിലാണ്, ഇമാം ഉറക്കം ഓതണമൊക്കെ ഉണ്ട്, പക്ഷേ മൈക്ക് അങ്ങോട്ട് കേൾക്കണില്ല. അങ്ങനെ ഇമാമിൻ്റെ ഒത്ത് കേൾക്കാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഓതണം. ഇമാമിൻ്റെ ഒത്ത് കേൾക്കുന്നുണ്ട്, സുബ്ഹും മഗ്രിബും ഇശാവൊക്കെ, അതിൽ നമ്മൾ ഓതണ്ട. ഇതാണ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ്, അതേപോലെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ സ്വീകരിച്ച അഭിപ്രായം. അപ്പോൾ എന്താണ് ഇതിനവർക്ക് തെളിവ്? ഇതിനവർ തെളിവ് എടുത്തത് ഖുർആൻ എന്നാണ്. അള്ളാഹ് പറഞ്ഞു, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ, ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, മിണ്ടാതിരിക്കണം. ഫാത്തിഹ ഓതുമ്പോൾ അത് സൂറത്താണ്, അത് ഖുർആനാണ്, അപ്പം നമുക്ക് ഓതാൻ പറ്റില്ല. ഇനി ഫാത്തിഹ കഴിഞ്ഞ് ഇമാം സൂറത്ത് ഓതുമ്പോഴോ അതും ഖുർആനാണ്, അപ്പോഴും നമുക്ക് ഓതാൻ പറ്റില്ല ഈ ആയത്ത് പ്രകാരം.
അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നമാ ജുഇലൽ ഇമാമു ലിയുത്തമ ബിഹി, ഇമാമിനെ നിശ്ചയിച്ചത് ഫോളോ ചെയ്യാനാണ്. ഇദാ കബ്ബറ ഫകബ്ബിറു വ ഇദാ ഖറഅ ഫഅൻസിതു, ഇമാം ഓതി തുടങ്ങിയാൽ നിങ്ങൾ മിണ്ടാതിരിക്കൂ. അപ്പോൾ ഈ സംഭവങ്ങൾ വേറെയും ഹദീസുകൾ അവർ ധാരാളം 14ഓളം തെളിവുകൾ അവർ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർ പറഞ്ഞു രഹസ്യമായതിൽ ഓതണം, പരസ്യമായതിൽ ഓതണ്ട. അപ്പോൾ ഈ ഒന്നാമത്തെ അഭിപ്രായവും മൂന്നാമത്തെ അഭിപ്രായവും നമുക്ക് സ്വീകരിക്കാം. രണ്ടും സ്ട്രോങ് അഭിപ്രായങ്ങളാണ്. ഏത് 5 വക്തിലും മഅ്മൂം ഓതണം, ആ അഭിപ്രായം നല്ലതാണ്, സ്വീകരിക്കുക. അല്ലെങ്കിൽ രഹസ്യമായതിൽ ഓതണം, പരസ്യമായതിൽ ഓതണ്ട. അല്ലാഹു അലം പഠനങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയ്ക്ക് നല്ലതായിട്ട് മനസ്സിലായത് 5 വക്തിലും മഅ്മൂം ഓതലാണ് നല്ലത് എന്നതാണ്. 5 വക്തിലും മഅ്മൂം ഫാത്തിഹ ഓതലാണ് നല്ലത്, സൂക്ഷ്മതയ്ക്ക് നല്ലതായിട്ട് അതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അല്ലാഹു അലം. ഫാത്തിഹ ഓതുകയാണെങ്കിൽ അവിടെ ഓതണം. അപ്പോൾ അതിൽ സുലൈമാൻ റഹീൽ അഫ്ളൊക്കെ പറഞ്ഞത് ഇമാമിൻ്റെ ഓത്ത് നോക്കുക. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയുന്നത് എങ്ങനെ? യഖ്തഉഹ ആയത്തൻ ഖത്അൻ എന്ന ഹദീസിൽ കാണാം. റസൂലുള്ളാഹി ആയത്ത് മുറിച്ച് ഓതും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അപ്പോൾ ഒരായത്ത് കഴിഞ്ഞാൽ അടുത്ത അതിനുള്ള ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെയാണ് ഇമാം ഓതുന്നത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇമാം ആയത്ത് ഓതിയിട്ട് നമ്മൾ ഓതുക, അടുത്തോട്ട് അങ്ങനെ. ഇമാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ അങ്ങനെ ഓതൽ അനുവദനീയാണ്. അങ്ങനെ ഓതുന്ന വെച്ചാൽ ഇമാമിൻ്റെ ഒത്ത് കേൾക്കുക. ഇമാം ഓതി കഴിഞ്ഞ് സൂറത്ത് ഓതുമ്പോൾ നമ്മൾ ഓതുക, ഇമാം ഓതി സൂറത്ത് ഓതുമ്പോൾ നമ്മൾ ഓതുക. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യൽ അനുവദനീയമാണ്. അല്ലാഹു അലം. ആമീൻ വയ്യാക്ക്. ഒരു മിനിറ്റ്. നിസ്കാരത്തിൽ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാൻ വഴികൾ പണ്ഡിതന്മാർ ഒരുപാട് വഴികൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ നിസ്കാരത്തിൻ്റെ പുറത്തുള്ള ജീവിതം അള്ളാഹുവിനെ ഭയപ്പെടുന്നൊരു ജീവിതമാക്കി മാറ്റണം. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ചിലക്കാർ നിസ്കാരത്തിൻ്റെ പുറത്തൊക്കെ എന്താ ഹറാമുകളിൽ മുഴുകിയ ജീവിതമായിരിക്കും. നിസ്കാരത്തേക്ക് വരുമ്പോൾ ഖുശൂ കിട്ടണില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിസ്കാരത്തിൻ്റെ പുറത്തും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഹറാമുകളിൽ നിന്ന് വിട്ട് അള്ളാഹിനെ നല്ല സൂക്ഷിക്കുന്ന ഒരാൾക്കാണ് നിസ്കാരത്തിൽ ഖുശൂ കിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒന്ന്, നിസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ പ്രധാനപ്പെട്ട കാര്യം, നിസ്കാരത്തിലെ ദിക്റുകളുടെയും ദുആകളുടെയും ഒക്കെ അർത്ഥം നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെല്ലണമെന്ന് അറിയാതെ ഇങ്ങനെ നമ്മൾ അറബിയല്ലേ, നമ്മൾ എന്താ ചെല്ലുന്നത് ഇങ്ങനെ ഒരു ആന്തരികമായി ചെല്ലി നമുക്ക് ഖുശൂ കിട്ടുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അളീം, അപ്പോൾ അതിൻ്റെ അർത്ഥം സുബ്ഹാന റബ്ബിയൽ അഅല, അപ്പോൾ അതിൻ്റെ അർത്ഥം റബ്ബനാ ലക്കൽ ഹംദ്, അപ്പോൾ ഇങ്ങനെ ചെല്ലുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അർത്ഥം ആലോചിച്ചിട്ട് ചെല്ലുക. അപ്പോൾ എന്ത് ചെയ്യും? നിസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ സാധിക്കും. പിന്നെ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ലാസ്റ്റ് നിസ്കാരമാണ്, ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞ് സലാം കൊണ്ടോടുകൂടി മലക്കുൽ മൗത്തിൻ്റെ റൂഹ് പിടിക്കാൻ വേണ്ടി കാത്തുക്കുകയാണ് എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ട് അങ്ങനെ ഒരു ബോധത്തോടുകൂടി നിസ്കരിക്കുക. ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ 2 നിസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യുക? നിസ്കാരത്തിന് ശേഷം നമ്മൾ നിസ്കാരത്തിന് പുറത്തുള്ള ജീവിതത്തിൽ ഖുശൂ ഉണ്ടാക്കുക. അതേപോലെ നിസ്കാരത്തിൽ ചെല്ലുന്ന കാര്യങ്ങളുടെ അർത്ഥങ്ങൾ നമ്മൾ പഠിക്കുക. അല്ലാഹു അലം. ഈ സൂറത്തിൻ്റെ ഇമാമിൻ്റെ സൂറത്തിൻ്റെ അവസാനത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഫാത്തിഹ ഇമാമിൻ്റെ ഒപ്പം ചേരുന്നത് വെച്ചാൽ ഫാത്തിഹ ഓതണമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഫാത്തിഹ ഓതാൻ ഇപ്പോൾ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, നമ്മൾ ഇമാമിൻ്റെ ഒപ്പം ചേർന്നു, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ എവിടെ എത്തി? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. അപ്പോൾ ഇമാം റുക്കൂക്ക് പോയി. അപ്പോൾ നമുക്ക് വേഗം എന്ത് ചെയ്യാം? ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ അവസാനിപ്പിച്ച് റുക്കൂക്കുക. നമ്മളെ എവിടെ എത്തിയിട്ടുള്ളത്? അർറഹ്മാനിർ റഹീം. അവിടെ എത്തിയപ്പോഴേക്കും ഇമാം റുക്കുയിലേക്ക് പോയി. അപ്പം ഇനി നമ്മൾ ഫാത്തിഹ ഫുള്ളാക്കാൻ നിൽക്കരുത്, നമ്മൾ വേഗം എന്ത് ചെയ്യുക? ഇമാമിൻ്റെ കൂടെ റുക്കുയിലേക്ക് പോകുക. നമ്മൾ ഫാത്തിഹ ഫുള്ളാക്കാൻ നിൽക്കാൻ പാടില്ല, വേഗം ഇമാമിൻ്റെ കൂടെ ചേരുക എന്നുള്ളതാണ്. അല്ലാഹു അലം. ഓതാൻ തന്നെ ചാൻസ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്റക റുകൂഅ ഫഖദ് അദ്റക റക്അ. ആർക്കെങ്കിലും റുകൂഅ കിട്ടിയാൽ അവന് റക്അത്ത് കിട്ടിയെന്നാണ്. അതുമാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് അല്ല, അബൂബക്കർ റളിയല്ലാഹു ഒരിക്കൽ പള്ളിയിലേക്ക് വന്ന നിസ്കാരത്തിൻ്റെ റസൂൽ റുക്കൂയിലാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? സൊഫിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് റുക്കൂ ചെയ്തു. റുക്കൂയിൽ ഇങ്ങനെ നടന്നിട്ടാണ് വന്നു സൊഫിലേക്ക്. നിസ്കാരം കഴിഞ്ഞിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരെങ്ങനെ ചെയ്ത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാ. അപ്പോൾ റസൂൽ പറഞ്ഞു, സാദക്കല്ലാഹു ഹിർസ. ആ റക്അത്ത് കിട്ടാൽ എൻ്റെ ആ പൂതി അത് അള്ളാഹു അധികരിപ്പിച്ച് തരട്ടെ. വലാ തഉദ്, ഇനി എങ്ങനെ ചെയ്യരുത്. അപ്പോൾ റസൂൽ എന്ത് പറഞ്ഞില്ല? എനിക്ക് ഫാത്തിഹ കിട്ടിയിട്ടില്ലല്ലോ, നീ ചൊറക്കാത്ത് നിസ്കരിച്ച? റസൂൽ പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതുകൊണ്ട് അത് കാരണം ഫാത്തിഹ വാജിബാത്തുകളിലാണ് പല പണ്ഡിതന്മാരും എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് മനഃപൂർവ്വമല്ലാതെ നഷ്ടപ്പെട്ടാൽ പ്രശ്നമില്ല. അല്ലാഹു അലം.
ഏത് തശഹുദിൽ? ആ, അതിൽ പണ്ട് ഇപ്പം ചില മദ്ഹബ് പ്രകാരം ഇഫ്തിറാഷിൻ്റെ ഇരുത്തേയില്ല, രണ്ട് തശഹുദിലും തവറുക്കായിരിക്കുന്നുണ്ട്. ചില മദ്ഹബ് പ്രകാരം തവറുക്കിൻ്റെ ഇരുത്തേയില്ല, ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ് ഇരിക്കേണ്ടത്. ഷാഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലുമാണ് അതിൽ ശരിയായ അഭിപ്രായങ്ങൾ. അതിൽ തന്നെ ഹംബലി മദ്ഹബിൽ അതാണ് സുന്നത്തിനോട് യോജിച്ചതായി മനസ്സിലാക്കാൻ പറ്റണം. അല്ലാഹു അലം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ 2 റക്അത്തിലെ നിസ്കാരങ്ങൾ, സുബ്ഹ്, ജുമുഅ, സുന്നത്തുകൾ, ഇതിലൊക്കെയും ഇരിക്കേണ്ടത് ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ്. ഇതിലിരിക്കേണ്ട ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ്. ഇനി 1 റക്അത്തിലെ നിസ്കാരമാണ് വിത്ർ അവസാനം 1 റക്അത്ത് ഒറ്റയാക്കാണ്, അതിലും ഇരിക്കേണ്ടത് ഏതന്നെയാണ്? ഇഫ്തിറാഷിൻ്റെ ഇരുത്തം തന്നെയാണ് തവറുക്കിൽ. ഇനി ഒരാൾ തവറുക്കിൽ ഇരുന്നാൽ പ്രശ്നമില്ല, പക്ഷേ സുന്നത്തിനോട് കൂടുതൽ യോജിച്ച് മനസ്സിലാവുന്നത് ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ്. അല്ലാഹു അലം. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം നമ്മൾ നേരത്തെ പറയല്ലേ, ഇടത്തെ കാലം ഇങ്ങനെ പരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുക, വലത്തെ കാലം നാട്ടി വെക്കുക. തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ വലത് കാലം ഇങ്ങനെ നാട്ടി വെക്കുക, ഇടത് കാല് അതിൻ്റെ അടിയിൽ കൂടെ ഇടുക, എന്നിട്ട് ചന്തി നിലത്തൂന്നിയിരിക്കുക. അതാണ് തവറുക്കിൻ്റെ ഇരുത്തം. ക്ലിയർ ആണല്ലോ അല്ലേ? അല്ലാഹു അലം. വെക്കണം, വലത്തെ കാലം നാട്ടി വെക്കുക. കുത്തിയിട്ടല്ല ഇങ്ങനെ നമ്മൾ നേരത്തെ പോലെ അത്റാഫുൽ ഖദമൈ, കാലുവല്ലുകളുടെ പള്ള ഇങ്ങനെ കുത്തി വെക്കുക, സുജൂദിൽ വെക്കൂലേ, അതേപോലെ വെക്കുക. അല്ലാഹു അലം, എനിക്കറിയില്ല. ചില ഹദീത്തുകളിൽ അങ്ങനെ ഉണ്ട്, എനിക്ക് അതിൻ്റെ വ്യക്തമായൊരു ഇതാ അറിയില്ല. അല്ലാഹു അലം. സുജൂദിൽ കൈയാണോ കാലാണോ ആദ്യം കുത്തേണ്ടത്, അതൊരു വലിയ ചർച്ചയാണ്. പിന്നെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം മുട്ടാണ് ആദ്യം വെക്കേണ്ടത്, മുട്ടാണ്. അതിനവർ അവലംബിച്ചൊരു ഹദീസ് വായിൽ ഇബ്നു ഹുജറിന്റെ ഹദീസാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലിനെ കണ്ടു, ഇദാ സജദ, റസൂൽ സുജൂദ് ചെയ്തപ്പോൾ, യലഉ റുക്ബതൈഹി ഖബ്ല യദൈഹി, റസൂൽ തൻ്റെ കയ്യിൻ്റെ മുന്നേ കാൽമുട്ടുകൾ വെച്ചു. അപ്പോൾ ഈ ഹദീസ് പ്രകാരം കാൽമുട്ടാണ് ആദ്യം വെക്കേണ്ടത്, വ്യക്തമാണ്. ഇത് തിർമുദി, ഇബ്നു മാജ, അബൂ ദാവൂദ് ഒക്കെ ഉദ്ധരിക്കുന്ന, നസായി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. തിർമുദി ഹസന എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ എന്ന് പറഞ്ഞിട്ട്, ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി സാബിത്ത എന്നൊക്കെ പറഞ്ഞ ഹദീസാണിത്. പക്ഷേ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് ലൊയീഫാക്കിയിട്ടുണ്ട്. അതേപോലെ ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് ലൊയീഫ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം പണ്ഡിതന്മാർ അതുകൊണ്ട് ഈ ഹദീസ് സ്വീകരിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അവർ മുട്ടാണ് കുത്തേണ്ടതെന്ന് അംഗീകരിച്ചില്ല. അപ്പോൾ വേറൊരു ഹദീസുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ സജദ അഹദുക്കും ഫലാ യബ്റുക് കമാ യബ്റുകുൽ ബഈർ, നിങ്ങളിൽ ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ സുജൂദ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യരുത്? ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത്. ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത്. ഒട്ടകം മുട്ടുകുത്ത എങ്ങനെ? ഒട്ടകത്തിന് മുമ്പിലത്തവും പിന്നത്തതും. മുമ്പത്തെ നമ്മൾ കൈ എന്ന് പറയും, പിന്നത്തെ കാല്. ഒട്ടകം ആദ്യം മുമ്പത്താണ് വെക്കുക. അപ്പോൾ ഒട്ടകം കൈയാണ് ആദ്യം കുത്തുന്നത്, കൈയാണ് ആദ്യം കുത്തുന്നത്. റസൂൽ പറഞ്ഞ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ കുത്തരുതേ. അപ്പം നിങ്ങൾ കൈ ആദ്യം കുത്തരുതേ, നിങ്ങൾ ആദ്യം ഏത് വെക്കണം? കാല് വെക്കണം. ആദ്യം പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഹദീസ് കേട്ടില്ല, ഹദീസിൻ്റെ ആദ്യ ഭാഗമാണിത്. ഈ രണ്ടാമത്തെ ഭാഗത്തിൽ റസൂലുള്ളാഹി പറയുന്നത്, ഈ ഹദീസിൻ്റെ വൽ യദൈഹി ഖബ്ല റുക്ബതൈഹി, അവൻ്റെ കൈകൾ വെക്കട്ടെ കാലുകൾ വെക്കുന്നതിന് മുമ്പേ. ഒന്നാമത്തെ ഭാഗത്തിൽ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ കുത്തരുതേ, ഒട്ടകമാണെങ്കിൽ കൈയാണ് ആദ്യം കുത്തുന്നത്. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾ കൈ കുത്തല്ലേ കാല് കുത്തണേ എന്നാണ്. പക്ഷേ ഹദീസിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ കൈ കുത്ത് കാല് കുത്തുന്നതിൻ്റെ മുമ്പേ. അപ്പോൾ ചില പണ്ഡിതന്മാർ ഈ ഒന്നാമത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും വൈരുദ്ധ്യയിലെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സാദുൽ മഅദിലൊക്കെ ഹദീസ് ഇൻഖിലാബ് ഹദീസിൽ പ്രശ്നമുണ്ട്, ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഹദീസിലൊരു പ്രശ്നമല്ല. അപ്പോൾ പിന്നെ ഈ വൈരുദ്ധ്യത എന്താ? ഒരു വൈരുദ്ധ്യതയല്ല. കാരണം ഒട്ടകം കൈയാണ് കുത്തുന്നത് എങ്കിലും ഒട്ടകത്തിൻ്റെ റുക്ബത്ത് എന്ന കാൽമുട്ടുകൾ അത് കയ്യുമേണ്. നമ്മളെ റുക്ബത്ത് ഇവിടെയാണ്, പക്ഷെ ഒട്ടകത്തിൻ്റെ റുക്ബത്ത് ഇവിടെയാണ്. 4 കാലുകൾക്കെല്ലാം റുക്ബത്ത് കയ്യിലാണ് ഉണ്ടാവുക എന്നവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഹദീസിൽ ഒരു പ്രശ്നമല്ല എന്നാണ് ആ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. ഇങ്ങനെ കേട്ടില്ല, ഇങ്ങനെ ശക്തമായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയിലേക്ക് സിഫത്ത് സ്വലാത്തിൽ വലിയ ചർച്ചയാണത്. അപ്പോൾ അതുകൊണ്ട് അല്ലാഹു അലം. പക്ഷേ നമുക്ക് ഒന്നുകൂടി കൂടുതൽ നല്ലതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്
കാൽമുട്ടുകളാണ് വെക്കേണ്ടത് എന്നുള്ളതാണ്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയിലേക്ക് അഭിപ്രായം പറയുന്നത്. കാരണം അത് ഫിത്രത്തിനോട് യോജിച്ചത് അതാണ്. അപ്പോൾ നമ്മൾ ശരീരം ഇങ്ങനെ മുകളിൽ നിന്ന് അടിയിലേക്ക് പോകുമ്പോൾ എങ്ങനെ നമുക്ക് പോകാൻ സുഖം? അടിയിലുള്ള ഭാഗങ്ങൾ ആദ്യം വെക്കലാണ്. അപ്പോൾ കൈയാണ് കുത്തിപ്പോയിട്ട് പിന്നെ കാല് വെക്കുക എന്ന് പറഞ്ഞിട്ട് സുഖം കാലുകൾ ആദ്യം വെക്കലാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലാഹു അഅലം കൂടുതൽ ഒന്നുകൂടി നല്ലതായി തോന്നുന്നത് കാൽമുട്ടുകൾ ആദ്യം വെക്കുക എന്നുള്ളതാണ്. അല്ലാഹു അഅലം. ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ കൈ ഊന്നി ഇരുന്നിട്ട് എഴുന്നേൽക്കണോ എന്നുള്ളതാണ് ചോദ്യം. ജിൽസത്തുൽ ഇസ്തിറാഹ എന്നാണ് ആ ഇരുത്തത്തിന് പറയാം. നമ്മൾ ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് സുജൂദ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് നീക്കൂലേ, ജിൽസത്തുൽ ഇസ്തിറാഹ. ഇത് സുന്നത്താണോ എന്നുള്ളതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിനെ കുറിച്ച് അദ്ദേഹം പറയാണ്. അപ്പോൾ ഇദാ കാന ഫീ വിത്രിൻ മിൻ സ്വലാത്തിഹി, റസൂൽ വിത്ർ അറിയുമ്പോൾ ഒന്നാമത്തെ റക്അത്തിന് രണ്ടാമത്തേക്ക് എഴുന്നേൽക്കുമ്പോഴും മൂന്നാമത്തെയും നാലാമത്തേക്ക് എഴുന്നേൽക്കുമ്പോഴും ഒറ്റയിട്ട റക്അത്തുകളിൽ ലം യൻഹൽ ഹത്താ യസ്തവിയ ഖാഇദ, റസൂൽ ഒന്നിങ്ങനെ സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നത് വരെ എഴുന്നേൽക്കൂല. സ്റ്റഡി ആയിട്ട് ഇരുന്നിട്ടാണ് റസൂൽ എഴുന്നേൽക്കുക. അപ്പോൾ ഇരുന്നിങ്ങനെ കൈ കുത്തിയിട്ടാണ് എഴുന്നേൽക്കുക. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പക്ഷേ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയിലേക്ക് പറഞ്ഞത്, പിന്നെ ഇത് ഹദീസ് ഉദ്ധരിക്കണ ആരാ? മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ മാത്രമാണ് റസൂലിൻ്റെ ഇരുത്തം പറഞ്ഞിട്ടുള്ളത്. വേറെ സ്വഹാബത്ത് ഉദ്ധരിക്കണതിലൊന്നും ഇത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് ഹിജറ 9 തബൂക്കിൻ്റെ സമയത്താണ്. തബൂക്ക് ഹിജറ 9. അപ്പോൾ റസൂലിന് എത്ര വയസ്സാണ്? 61. അപ്പോൾ റസൂലിൻ്റെ വാർദ്ധക്യത്തിലാണ് അദ്ദേഹം റസൂലിൻ്റെ നിസ്കാരം കാണുന്നത്. അപ്പോഴേക്കും റസൂലിൻ്റെ ശരീരത്തിന് ലഴഫ് ബാധിച്ചിട്ടുണ്ട്, ദുർബലത ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റസൂലിന് ഇങ്ങനെ കുത്തി നീക്കാൻ കഴിയണില്ല. അപ്പോൾ റസൂൽ എന്ത് ചെയ്താണ്? ഇങ്ങനെ ഇരുന്നേച്ചാണ്. എന്നാൽ റസൂലിൻ്റെ യുവത്വത്തിലുള്ള നിസ്കാരങ്ങളിലോ റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയിലേക്ക് പറഞ്ഞത് ഓരോരുത്തരുടെയും അവസ്ഥ പോലെ ചെയ്യാം. നമ്മൾക്ക് കാലിൽ ബലം കൊടുത്തിട്ട് കൈ കുത്താതെ ഇരിക്കാതെ കാലിൽ ബലം കൊടുത്ത് സുജൂദ് നേരെ നീക്കാൻ നമുക്ക് അങ്ങനെ കഴിയുമെങ്കിൽ, ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്കതാണ് സുന്നത്ത്. ഒരാൾക്കത് പ്രയാസമാണ്, അയാൾക്കിങ്ങനെ ഇരുന്നിട്ട് കൈയൊന്ന് കുത്തി നീക്കുമ്പോഴാണ് ശരീരത്തിനൊരു റാഹത്തി എങ്കിൽ അയാൾക്കതാണ് സുന്നത്ത്. അപ്പം നമ്മളെ അവസ്ഥ പോലെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു അഅലം. ഇനിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കും. എനിക്ക് ഒരുപാട് ദൂരത്തേക്ക് 3 മണിക്കൂർ യാത്ര ഉണ്ട്. ചേറിട്ട് നിസ്കരിക്കുമ്പോൾ നമ്മൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിസ്കാരത്തിൻ്റെ അസ്ലിൽ നിന്ന് നിസ്കരിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട്, സൊല്ലി ഖായിമ, നീ നിന്ന് നിസ്കരിക്ക്, ഫ ഇല്ലം തസ്തതി ഫഖായിദ, നിന്ന് നിസ്കരിക്കാൻ വയ്ക്കൂലെങ്കിൽ ഇരുന്ന് നിസ്കരിക്ക്, ഫ ഇല്ലം തസ്തതി ഫഅലാ ജംബിൻ, ഇരുന്ന് നിസ്കരിക്കാൻ വയ്ക്കൂലെങ്കിൽ കടന്ന് നിസ്കരിച്ചോ. അപ്പോൾ നിന്ന് നിസ്കരിക്കലാണ് അസ്ല്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, അവർക്ക് ഇപ്പോൾ സുജൂദ് ചെയ്യാൻ പ്രയാസേക്കണം, വേറെ ഒന്നും പ്രയാസമില്ല, പക്ഷേ ഓല് നേരെ വന്ന് നിസ്കാരം ആദ്യം മുതലേ ഇരുന്ന് നിസ്കരിക്കും. അത് ചെയ്യാൻ പാടില്ല. നമുക്ക് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. ഇരുന്നു കൊണ്ട് മാത്രമേ വൈക്കുള്ളൂ, അത് മാത്രമേ ഇരുന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾ നിസ്കരിക്കാൻ വന്നു, അപ്പോൾ അയാൾ അടിസ്ഥാനം നിലത്തിരുന്ന് നിസ്കരിക്കലാണ്, ചെയറിലല്ല നിലത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിരപ്പുറത്തുനിന്ന് വീണു, ഊരക്ക് പരിക്ക് പറ്റി. 1 മാസക്കാലത്തോളം റസൂൽ ഇരുന്നിട്ട് നിസ്കരിച്ച്. അപ്പോൾ റസൂലിൻ്റെ കാലഘട്ടത്തിൽ കസാലല്ലേ ഉണ്ട്, എന്നിട്ടും റസൂൽ നിലത്തിരുണ്ട് നിസ്കരിച്ച്. മുത്തറബ്ബിഅൻ, നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കാറില്ലേ, അങ്ങനെ ഇരുന്നിട്ടാണ് നിസ്കരിച്ചത്. അപ്പോൾ അതുകൊണ്ട് അഫ്ളൽ നിലത്തിരിക്കലാണ്. ഇനി ഒരാൾക്ക് കസാലിൽ ഇരുന്നാലോ പ്രശ്നമൊന്നുമില്ല, നിസ്കാരത്തിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അഫ്ളൽ നിലത്തിരിക്കലാണ്. കസാലിലിരിക്കലും സ്റ്റൂളിലിരിക്കലും ഒക്കെ അനുവദനീയമാണ്. കസാലിലിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ എങ്ങനെ ഇരിക്കുക, ചാരി ഇരിക്കാൻ പാടില്ല, അങ്ങനെ ചാരാതെ തന്നെ ഇരിക്കേണ്ടത്. അങ്ങനെ ഇരിക്കൽ പ്രയാസമാണെങ്കിൽ മാത്രം ചാരി ഇരിക്കുക. അതുപോലെ ചില ആൾക്കാർ എന്ത് ചെയ്യും, നിസ്കാരത്തിൽ പിന്നെ എങ്ങനെ റുക്കൂ ചെയ്യുക, അല്ലാഹു അക്ബർ, സുജൂദ് അല്ലാഹു അക്ബർ. ഇത് തെറ്റാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്തിരുന്ന് നിസ്കരിക്കുമ്പോൾ, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസാണ്, യൂമി ഉബിറസിഹി എന്നാണ്, തല കൊണ്ട് ആംഗ്യം കാണിക്കുമായിരുന്നു എന്നാണ്, ശരീരം കൊണ്ടല്ല. അപ്പോൾ തല കൊണ്ടാണ് റുക്കുവും സുജൂദും. അപ്പോൾ റുക്കു എങ്ങനെ, അല്ലാഹു അക്ബർ സമി അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ ലകൽ അല്ലാഹു അക്ബർ. അപ്പോൾ സുജൂദ് നല്ലോണം തല താഴ്ത്തുക, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതേപോലെ സുജൂദ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ എങ്ങനെയൊക്കെ കസാലിലേക്ക്, അപ്പോൾ സുജൂദ് അല്ലാഹു അക്ബർ ഇങ്ങനെ എയറിൽ കൈവെക്കും. ചില ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ ഇത് വന്നിട്ടുണ്ടെങ്കിലും അസീസ് ഫറൻ അഫ്ലൊക്കെ പറഞ്ഞ് ഇതിനൊരു യാതൊരു അസുലും ഇല്ല, ഇങ്ങനെ ഇതിന് യാതൊരു അസുലില്ല, ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ വെച്ചാൽ മതി, കൈ ഇവിടെ തന്നെ വെച്ച്. ഇങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ തൻ്റെ തുടയിലും വെക്കാം, തുടയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക, അല്ലാതെ കൈ ഇങ്ങനെ വെക്കാൻ പാടുള്ളതല്ല.
ഇനി അതേപോലെ കസാല എങ്ങനെ ഇടണം, കസാല എങ്ങനെ ഇടണം? അപ്പോൾ കസാല ഇടേണ്ടത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു 2 രൂപ. ചില ആൾക്കാർ തുടക്കം മുതലേ നിന്നിട്ട് അസ്കരിക്കുക. അത്തരക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ ഇപ്പോൾ സൊഫിൻ്റെ ഈ പിന്നത്തെ വരണ്ടല്ലോ, ഇവിടെ എല്ലാവരും കാല് വെക്കുക. അപ്പോൾ ഇവർ കസാല പിന്നക്കിടുക, എന്നിട്ട് ആൾക്കാരെ കൂടെ കാല് ചേർത്ത് വെച്ചിട്ട് നിസ്കരിക്കുക. എന്നിട്ട് റുക്കുവിൻ്റെ സമയത്തൊക്കെ ഇരിക്കുക. ഓക്കെ, ഇനി പറയാം, പിന്നത്തെ കാര്യം പറയാം ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തത്, ചില ആൾക്കാർ തുടക്കം മുതലേ ഇരുന്നിട്ട് അസ്കരിക്കാം. അപ്പോൾ ഇവരെ കാല് കസാലിൻ്റെ പിന്നത്തെ കാലാണ്. അപ്പോൾ ഈ പിന്നത്തെ കാല് എന്ത് ചെയ്യുക, ആൾക്കാരെ സൊഫിൻ്റെ നേരെ ശരിയാക്കിയിട്ട് ഇടുക, എന്നിട്ട് ഇരുന്ന് സ്കരിക്കുക. ഇതാണ് അതിൽ ചെയ്യേണ്ട രൂപം. ഇനി നിങ്ങൾ ചോദിച്ച പോലെ കസാല പിന്നക്കിടുമ്പോൾ പിന്നത്തെ ആൾക്കാരുണ്ട്, ഈ പ്രശ്നമല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പ്രശ്നം തന്നെയാണ്. കാരണം സൊഫ് ശരിയാക്കൽ സുന്നത്താണ്. പിന്നിൽ കസാല ഇതിട്ടാൽ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു മുസ്ലിമിനെ ഉപദ്രവിക്കലാണ്. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്ക് അറിയാം, അപ്പോൾ നമ്മളെ പള്ളിയുടെ അവസ്ഥ നമുക്കറിയാം. ഇപ്പോൾ ചില പള്ളികളിൽ എന്തായാലും നമ്മൾ നിസ്കരിക്കുമ്പോൾ മഗ്‌രിബാണെങ്കിൽ 2 സൊഫ് 3 സൊഫ് ഉണ്ടാവും, ഉറപ്പാണ്. നമ്മൾ പിന്നിൽ ആൾ വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കസാല ആദ്യം ഇവിടെ തന്നെ ഇട്ടിട്ട് നമ്മൾ നിസ്കാരം തുടങ്ങാം, അറക്കിടണ്ട. നമുക്കറിയാം നമ്മളെ പള്ളിയിൽ ഈ ളുഹറിനും അസറിനൊക്കെ എന്തായാലും 1/2 സൊഫ് 3/4 സൊഫൊക്കെ ഉണ്ടാവുള്ളൂ, ആൾക്കാർ വരുന്നില്ല. തോനെ നമ്മൾ അങ്ങനെയാണ് നാട്ടുപുറത്ത് അങ്ങനെ ഇല്ലേ, ഖിയാമുലയിൽ അസ്കരിക്കണം. ആകെ നമ്മൾ 4-5 ആൾക്കാരുള്ളൂ, പിന്നെ ആൾ വരുന്നില്ല. അങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കസാല പിന്നെ ഇറക്കിയിടുക. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ഇറക്കിയിട്ട് നമ്മൾ നിസ്കാരം തുടങ്ങിയപ്പോൾ കുറേ യാത്രക്കാരുണ്ട് വന്നു. അപ്പോൾ നമ്മൾ കസാല നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ ഇട്ടുകല്ലേ. അപ്പോൾ ആൾക്കാർ വന്ന് പ്രയാസമാവും നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിസ്കാരത്തിന് തന്നെ കസാല മുമ്പൊക്കെ വിരിക്കുക, നമ്മൾ നിന്ന് നിസ്കരിക്കുക. മനസ്സിലായോ? അതാണ് അതിൽ ചെയ്യേണ്ടത്. അല്ലാഹു അഅലം. ഞാനോ? അങ്ങനെ ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അഥവാ നമ്മൾ മുമ്പിലിട്ടു, നമ്മൾ കസാല മുമ്പ് കിട്ടു, ആൾക്കാരുണ്ട്, നമുക്കറിയാം ആൾക്കാരുണ്ട്, പിന്നിൽ ആൾക്കാരുണ്ട്, എന്നാലും കസാല പിന്നെ കറക്കിടാം. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് നമ്മൾ റുക്കൂക്ക് സുജൂദക്ക് പോണ സമയത്ത് കസാല വലിക്കുക, മുമ്പക്ക് വലിക്കുക, എന്നിട്ട് സുജൂദ് ചെയ്യുക, എന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇറക്കിയിടുക. പക്ഷേ അത് നിസ്കാരത്തിൽ ഒരു നമുക്ക് കോൺസെൻട്രേഷനും ഇതൊക്കെ പോകാൻ ഇതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കലാവും നല്ലത്. അല്ലാഹു അഅലം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ, നമ്മൾ സംശയം വന്നാൽ, നിസ്കാരത്തിൽ സംശയം വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിസ്കാരത്തിൽ സംശയം വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നോക്കുക നമുക്ക് എന്താണ് ഉറപ്പില്ലത്, നമുക്ക് എന്താ ഉറപ്പ്. നമുക്ക് ഓതിക്കൊണ്ട് തന്നെയാണ് ഉറപ്പ്, പക്ഷെ നമുക്ക് സംശയമാണ്, ഓതിയിട്ടില്ലേ. ഉറപ്പെന്താണ്? ഞാൻ ഓതിക്കണോ, ഉറപ്പാണ്. ഇനി സംശയം എന്താ, ഓതിക്കണോ ഇല്ലേ. അപ്പോൾ നമ്മൾ ആ സംശയം ഒഴിവാക്കുക. ഫിഖ്ഹിലൊരു വലിയ കായികയാണ് അൽ യഖീനു ലാ യസൂലു ബിശ്ശക്കി. സംശയമുള്ളൊരു കാര്യം കൊണ്ട് ഉറപ്പുള്ളത് നീങ്ങൂല. നമുക്ക് ഓതിക്കൊണ്ടുന്ന ഉറപ്പാണ്. ഇനി സംശയം എന്താ, ഓതിയിട്ടില്ലേ എന്നാ. അപ്പോൾ ഓതിയിട്ടില്ലേ എന്നതിൽ സംശയം ഒഴിവാക്കുക. ഇനി നമ്മൾക്ക് ഓതിയിട്ടില്ല, ഓതിയിട്ടില്ല, അതന്നെ ഉറപ്പ്. ഞാൻ ഓതിക്കണോ, അഥവാ എങ്ങാനും ഓതിയിട്ടുണ്ടാവുമോ, അങ്ങനെയാണെങ്കിൽ ഓതുക. നമുക്ക് രണ്ടും മനസ്സിലാക്കാൻ പറ്റില്ല, ഓതിക്കണോ ഓതിയിട്ടില്ലേ അപ്പം നമ്മൾ ഓതുക. എന്നിട്ട് മറന്നതിൻ്റെ പേരിൽ അവസാനം എന്ത് ചെയ്യുക, സഹവിൻ്റെ സുജൂദ് നിർവഹിക്കുക. അല്ലാഹു അഅലം. ഞാൻ പോട്ടെ, എനിക്ക് ഒരുപാട് ദൂരം എത്തണം. ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം സാലിഹ അമലെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് പഠിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമ്മിൽ നിന്ന് സാലിഹ അമലെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.